ഉസ്താദിന്റെ മകൻ സഖാഫി ഉസ്താദ്, അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു റഹ്മത്താക്കി തരും. നമ്മുടെ ഉസ്താദുമാർക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹനീഫി ഉസ്താദിന്റെ നാട്ടിന്റെ, നമ്മുടെ പി ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്താണ് നെരിക്കോട്. പോകാത്തവരും പോയി സിയാറത്ത് ചെയ്യണം. അള്ളാഹു മഹാനവർകളുടെ തർബിയത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ഞെട്ടിപ്പോയ വഫാത്തായിരുന്നു അവിടുത്തെ വഫാത്ത്. ഈ നാട്ടിലുണ്ടോ ഞാൻ അറിയില്ല. ചില സ്ഥലത്ത് മൗലിദ് കഴിച്ച ഇസ്ലാം എന്ന് പുറത്തോ, ദിക്ർ ചൊല്ലിയാൽ ഇസ്ലാം എന്ന് വിട്ടോ, അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. ബിദ്അത്തുകാർ കയറിയിട്ട് ഒന്നും ചൊല്ലിക്കൂടാ പറഞ്ഞുകൂടാന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട്. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ മുസീബത്ത് ഉണ്ടാവില്ല. അള്ളാഹു സലാമത്താക്കട്ടെ, അള്ളാഹു സലാമത്താക്കട്ടെ. എന്നോട് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള, ഞാൻ അവിടെ ശ്രീകണ്ഠപുരം കണ്ണൂർ ജില്ലയിലെ മാലിക് ദിനാർ പള്ളിയിൽ 5 കൊല്ലം ദർശനം നടത്തിയിരുന്നു. സാധുവായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവിടുത്തെ ഹാബികളുടെ ഖബറും മഹത്വം കൊണ്ട് ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ അവിടെ ദർശനം നടത്തുമ്പോ ആ നാട്ടിൽ ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹം ഒരു മുജാഹിദിന്റെ ഒരു ആശയത്തിലൊക്കെ പെട്ട ഒരാളാണ്. എന്തോ ഒരു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ പെണ്ണുങ്ങൾ മരണപ്പെട്ടപ്പോ ഖബറ് പോയിക്കൊല്ലം ചെയ്യുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ, പള്ളിന്റെ അടുത്തുള്ള വീടാണ്. അദ്ദേഹം പള്ളിയിലേക്ക് വന്നു ഇങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി റൂമിലേക്കെല്ലാം കയറി ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മളൊരു കോലം കണ്ടപ്പോ അയാൾക്ക് അങ്ങ് പിടിച്ചു. എന്നോട് പറഞ്ഞു, ഉസ്താദ് വഹദിനെല്ലാം പോലുണ്ടല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കൊക്കെ വരാൻ തുടങ്ങി. പിന്നെ വഹദിനെല്ലാം വരും എന്റെ കൂടെ. ഇയാൾക്ക് വണ്ടിയുണ്ട്, എനിക്കന്നൊരു വണ്ടിയൊന്നുമില്ല. ഞാൻ ഇയാളെ വണ്ടി കൂട്ടിട്ട് വഹദിന്. 2 കാര്യം. ഒന്ന്, അടുത്തുന്നവരെ ഇയാൾ എനിക്ക് കിട്ടും. മാത്രമല്ല ബാദും ഇയാൾ കേൾക്കുമല്ലോ. അള്ളാഹു തആല ആരെ കൽവിൽ എപ്പോഴാണ് ഹിദായത്ത് എന്ന് പറയാൻ കഴിയില്ല. അയാൾ നന്നായ ആ വകയിൽ എനിക്ക് അള്ളാഹു കൂലി തരുമല്ലോ വിചാരിച്ചിട്ടാ. ഞാൻ നന്നായിട്ട് അയാൾ നന്നാക്കാനല്ല, അയാൾ നന്നായി എന്റെ വാക്ക് കേട്ടിട്ട് നന്നായില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ നന്നായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അങ്ങനെ അദ്ദേഹം നല്ല സുന്നിയായി നെരിക്കോട് ഉസ്താദുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. അവസാനം നെരിക്കോട് ഉസ്താദ് വഫാത്തായപ്പോ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞതാ. ഞാൻ ഇയാളുടെ പഴയ സുഹൃത്തുക്കളായ മുജാഹിദുകാരോട് ഇയാൾ പറഞ്ഞത്, സുന്നത്ത് ജമാഅത്ത് സുന്നികളാണ് ശരി എന്നതിന് നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞിട്ടും സംവാദമൊന്നും നടത്തണ്ട. നെരിക്കോട് ഉസ്താദിന്റെ വഫാത്തോടുകൂടി ഞാനത് ഉറപ്പിച്ചു. നെരിക്കോട് ഉസ്താദിന്റെ വഫാത്തോടുകൂടി ഞാൻ ഉറപ്പിച്ചു. അത് പറയാൻ കാരണമുണ്ട്. എന്താ കാരണം? ലഖീനു മൗതാക്കും, മരണം ഹാദിറാകുന്ന ആളുകൾക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലിക്കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ശക്തമായ സുന്നത്താണ്. മരണം ഹാദിറാകുന്ന രോഗിന്റെ അടുക്കൽ പോയിട്ട് ദിക്ർ ചൊല്ലുക. ഈ മഹാനുള്ളവൻ ഏറ്റു ചൊല്ലിക്കോളും, ചൊല്ലുന്ന് പറയേണ്ടതില്ല. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, ബഹുമാനപ്പെട്ട നെരിക്കോട് ഉസ്താദ്, അള്ളാഹുവേ അവിടുന്ന് ദർജ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ജലാലിയ റാത്തീബ് നെഞ്ഞിനോട് ചേർത്ത് വെച്ച മഹാൻ 40-ാം വാർഷികം, ജലാലിയുടെ 40-ാം വാർഷികം നടത്തി. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സ്വലാത്ത് മദീനയിലേക്ക് ചൊല്ലാൻ തന്നെ മുരീദുമാർക്ക് അതാ നിർദ്ദേശം കൊടുത്തു, ചൊല്ലി. അതിന്റെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മുടെ ഉസ്താദുമാരും മശായിഖുമാരും ഒക്കെ അങ്ങനെ തന്നെ. ആ റമദാനിന്റെ തുടക്കത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട മുരീദ് മഞ്ചേശ്വരം മുഹമ്മദ് മുസ്ലിയാർ മക്കയിലെ ഹറമിൽ ഉംറക്ക് പിടിച്ചിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ദ്വാരത്ത് നീ എനിക്ക് വേണ്ടി ദ്വാരന്നിരുന്നോന്ന് ചോദിച്ചു. ദ്വാരന്നിരുന്നു. എന്തിനാ ദ്വാരുന്നത്? ഉസ്താദിന് ദീർഘായുസ് കിട്ടാൻ. അപ്പോ ആ റമദാനിൽ ആ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നീ എനിക്ക് ദീർഘായുസിന് വേണ്ടി ദ്വാരക്കണ്ട, എനിക്ക് ബത്നുൽ അർളാണ് ഖൈർ എന്ന് തോന്നുന്നു. പറഞ്ഞാൽ കഥാ ഖബറിന്റെ ഉള്ള്, ഭൂമിന്റെ ഉള്ളാണ് എനിക്ക് ഖൈർ എന്ന് തോന്നുന്നു എന്ന് നെരിക്കോട് ഉസ്താദ് അന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, ആ റമദാനിൽ തന്നെ വെള്ളിയാഴ്ചയുടെ രാവിന്റെ ബഹുമാനമുള്ള വ്യാഴാഴ്ച അസുർ കഴിഞ്ഞതിന് ശേഷം തന്റെ ഇഷ്ടപ്പെട്ട മുരീദുമാർക്ക് താൻ നിർമ്മിച്ച പള്ളിയിൽ മസ്ജിദ് റിഫായി ഇത്തികാഫിന്റെ നിയത്തോടെ നോമ്പെടുത്തിട്ട് ആളുകൾക്ക് ദിക്ർ ചൊല്ലുന്ന ജലാലിയ റാത്തീബിന്റെ തുടക്കത്തിലുള്ള ഹദ്ദാദ് റാത്തീബ്, യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, ദുൽ ജലാലി വൽ ഇക്റാമായ റബ്ബേ, ഇസ്ലാമിൽ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. 7 തവണ ഉച്ചത്തിലങ്ങ് ചൊല്ലിക്കൊടുത്തു. തന്റെ ഉച്ചത്തിലുള്ള പതിഞ്ഞ ശബ്ദത്തിലങ്ങ് ചൊല്ലിക്കൊടുത്തിട്ട്, യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫുൽ ഗമ്മി യാ മൻ ലിഅബ്ദിഹി യഗ്ഫിറു വയർഹം, പ്രയാസങ്ങൾ നീക്കുന്ന റബ്ബേ, ടെൻഷൻ മാറ്റുന്ന അല്ലാഹ്, അടിമകൾക്ക് റഹ്മത്ത് ചെയ്യുന്ന റബ്ബേ, അടിമകൾക്ക് കാരണം ചെയ്യുന്ന റബ്ബേ, ഈ ദിക്റങ്ങ് ചൊല്ലിക്കൊടുത്തു. അതേ നെഞ്ഞത്ത് കൈവച്ചിട്ട് പള്ളി തന്നെ അങ്ങ് കിടന്നു. അള്ളാഹുവിനെ വിളിച്ചിട്ട് മെല്ലെ അങ്ങ് കിടന്നു. ഡോക്ടർ ഹുബൈർ 10 മിനിറ്റ് മുമ്പ് ഉള്ളിലതാ നെരിക്കോട് പള്ളിയിലെത്തിയിട്ട് പറയുന്നു, ശൈഖുന 10 മിനിറ്റ് മുമ്പ് പോയിരിക്കുന്നു, റൂഹ് പോയിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദിക്ർ ചൊല്ലിക്കൊടുക്കൽ ചുറ്റുഭാഗത്തുള്ളവർക്ക് സുന്നത്താണ്. എന്നാൽ മരണപ്പെടുന്ന ഒരു മഹാൻ പരിസരത്തുള്ള ആളുകൾക്ക് ദിക്ർ ചൊല്ലിക്കൊടുത്തിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് നെരിക്കോട് ഉസ്താദിന്റെ വഫാത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ മുജാഹിദാനായിരുന്ന ഇപ്പോൾ സുന്നിയായ ചെറുപ്പക്കാരൻ പറയുന്നത്,
നെരിക്കോട് ഉസ്താദിന്റെ മക്കാമിൽ അവരുടെ ജീവിതകാലത്ത് നെരിക്കോട് ഉസ്താദിന്റെ ഹദറത്തിൽ ചൊല്ലാത്ത മൗലീദില്ല. അവിടുത്തെ നോട്ടീസ് ജലാലി റാത്തീബ് വാർഷികത്തിന്റെ നോട്ടീസ് നോക്കിയാൽ മതി, കിതാബിലില്ലാത്ത മൗലിദല്ലുണ്ടാവും. എല്ലാ മൗലിദും ചൊല്ലും. ആ മൗലിദ് മുഴുവനും ചൊല്ലിയ നെരിക്കോട് ഉസ്താദ് ദിക്ർ ചൊല്ലി കൊടുത്തിട്ട് മരിക്കാൻ, ചൊല്ലിയിട്ടല്ല, ദിക്ർ ചൊല്ലി കൊടുത്തിട്ട് മരിക്കുക. അതിനേക്കാൾ വലിയ മരണമുണ്ടോ ഞാൻ പറഞ്ഞത്? ആ നെരിക്കോട് ഉസ്താദിന്റെ മുമ്പിൽ താജുൽ ഉലമ എത്തിയാൽ എനിക്ക് നേരിട്ട് അനുഭവമാണ്. നെരിക്കോട് ഉസ്താദ് മുണ്ടൂല. നെരിക്കോട് ഉസ്താദ് പൂച്ചക്കുട്ടിയെ പോലെ സാധുവായിട്ട് ഒരുങ്ങിക്കൂ. തങ്ങളുപ്പാപ്പ ദ്വാരക്കണം, തങ്ങളുപ്പാപ്പ അധ്യക്ഷൻ, ഉള്ളാളത്തെ തങ്ങളാണ്, ഓറാണ് വലുത്. സമകാലിക ആലിമീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാര് മുഴുവനും ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ബഹുമാനം പറഞ്ഞു. ആ മഹത്തുക്കളെ മുമ്പിൽ നിന്ന് നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുക്കി തന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ തണൽ തന്നെ ദീർഘകാലം ജീവിക്കാനും സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പോകുന്നു. ഞാൻ മൊബൈൽ എടുത്ത് നോക്കി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടാണ് മരിച്ചതായിട്ടൊന്നും അറിയുന്നത് അടുത്ത മഹല്ലാണ് ഞാൻ നിൽക്കുന്നത്. പഴയങ്ങാടി മാലിക് ദിനാർ പള്ളി ടൗണാണ്, ശ്രീകണ്ഠപുരം. പാതിരാക്ക് കടയൊക്കെ പൂട്ടിട്ടുള്ളത് 2-2:30 മണിയായിട്ടുണ്ടാവും. മയ്യത്തെടുത്തിട്ട് ആളുകൾ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് ഗ്ലാസ് താത്തിട്ട് ഒരുത്തനെ വിളിച്ചു. ഒരുത്തൻ എന്റെ അടുക്ക് കിട്ടി. ബാക്കിയുള്ള കുട്ടികളൊക്കെ ജിന്ന് പോയതുപോലെ 4 ഭാഗത്തേക്ക് ഒറ്റൊന്നിനെ കാണുന്നില്ല. 10-75 ചെറുപ്പക്കാരുണ്ടായിരുന്നു, ആരെയും കാണുന്നില്ല. ഞാൻ ഇവനോട് ചോദിച്ചു, ആരാടോ മരിച്ചെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ആരും മരിച്ചിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. മരിക്കാണ്ട് മയ്യത്തുകൊണ്ടുപോകാൻ ഖബറടക്കാൻ. ഞാൻ ഡോറ് തുറന്നിട്ട് ഇറങ്ങിയിട്ട് ഞാൻ എന്താ വിഷയം, എന്താ സംഗതി, ആരാ മയ്യത്ത് കൊണ്ടുപോകുന്നു? അപ്പൊ പറഞ്ഞു, ഉസ്താദ് തമാശക്ക് ചെയ്തതാണ്, തമാശക്ക് ചെയ്തതാണ്. മയ്യത്ത് കൊണ്ടുപോലും നോക്കുമ്പോ അന്ന് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയം, 5-6 കൊല്ലം മുമ്പ് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. കാര്യമായ 2 ടീമാണ് അന്ന് മത്സരിക്കുന്നത്. അള്ളാനെ ആരാധിക്കാൻ ആളുകളില്ലാത്തത്, ഈ ടീമംഗങ്ങൾ ആരാധിക്കാൻ വേണ്ടി ബ്രസീലുകാരന്റെ താടി വെക്കാൻ, അതുപോലെ തന്നെ ജർമ്മനിന്റെ ജേഴ്സി അണിയാൻ. എന്താ ചെറുപ്പക്കാർക്ക് റാഹത്ത്. നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നോക്ക്. 1ാമത്തെ സഫിൽ സച്ചിൻ ടെണ്ടുൽക്കർ, 2ാമത്തെ സഫിൽ റൊണാൾഡോ, 3ാമത്തെ സഫിൽ ഊശാണ്ട താടി വെച്ചിട്ട് നെയ്മർ. ഇവരെല്ലാം ഇരിക്കാൻ ഓരോ കുപ്പായ ഇട്ടിട്ട് നിങ്ങൾ നോക്കിയാ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ചോദിക്കാൻ എന്താ ഇവരെല്ലാം മതം മാറി വന്നല്ല, പുതിയ ക്രിസ്ത്യാനികളെ പള്ളിയോ അല്ല മുസ്ലിങ്ങളെ പള്ളിയാണ്? ഒന്ന് മോന, മറ്റേ ഖജാഞ്ചിന്റെ മോന, ഒന്ന് സെക്രട്ടറിന്റെ മോന, ഒക്കെ കിതാബിൽ പറഞ്ഞ പേരെന്നെ. പക്ഷേ ചെറുപ്പക്കാരന്റെ പൂക്കൊണ്ടു വെള്ളിയാഴ്ച പോലും വെള്ള വസ്ത്രം ധരിച്ചിട്ട് പള്ളിയിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ആ ഭാഗത്ത് ഞാൻ വിശദീകരിക്കല്ല. ചെറുപ്പക്കാരെ അള്ളാഹിനെ ആരാധിക്കാനാണ് ആള് പറഞ്ഞത്, ഇവരൊക്കെ ആരാധിക്കാൻ ആളുണ്ട്. ഏതായാലും ഞാൻ ഈ ചെറുപ്പക്കാരനോട് എന്താ സംഗതി എന്നറിയോ നിങ്ങൾ? അന്ന് 2 പ്രധാനപ്പെട്ട ടീമാണ് കളിക്കുന്നത്. ബെറ്റടിച്ചിട്ട് കളി കാണുകയാണ് പാതിരാ സമയത്ത് ക്ലബിന്റെ മുമ്പിന്ന്. അങ്ങനെ ഒരു ടീം തോറ്റപ്പോ ആ തോറ്റ ടീമിന്റെ വലിയ ഫ്ലെക്സ് ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ നാട്ടില്. ആ ഫ്ലെക്സ് എടുത്തിട്ട് അതൊരു മയ്യത്തിന്റെ കോലത്തിൽ ചുരുട്ടിക്കെട്ടിയിട്ട് മറ്റേ ടീമിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ജയിച്ച ടീമിന്റെ ആരാധകർ തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോവാണ് പാതിരാ സമയത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ. ഞാനും എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. മരിക്കുന്ന സമയത്ത് ഒരാളത് പറഞ്ഞിട്ട് മരിച്ചാൽ മൻ കാന ആഖിറു കലാമിഹി ഇൻദൽ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന ഔ കമാ വഫാത്താകുന്ന മരിക്കുന്ന സമയത്ത് ഒരാൾ ദിക്ർ ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞുവെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് 70,000 ദിക്ർ ചൊല്ലുകയോ ചൊല്ലിയിട്ട് ഹദിയ ചെയ്യുകയോ ചെയ്താൽ അയാൾക്കത് വലിയ രക്ഷയുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. പരിപാടിക്കൊന്നും ചെറുപ്പക്കാരനെ കാണൂല, അവൻ 70,000 ദിക്റുമെല്ലാം വരൂല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റുമെല്ലാം അവനുണ്ടാകൂല. പക്ഷേ മയ്യത്ത് കൊണ്ടുപോകുന്നത് പോലെ സുഹൃത്ത് പാതിരാ സമയത്ത് അവന്റെ കളിയുടെ ഭ്രാന്തി കളയാൻ വേണ്ടിയിട്ട് മയ്യത്തിന്റെ കോലത്തിലാക്കിയിട്ട് പാതിരാ സമയത്ത് നടുറോഡിലൂടെ വലിച്ചെടുക്കുന്നത് അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതാണ് സമയം? ഏതാണ് ഈ സമയം? പാതിരാ സമയത്ത് ബിൽ അസ്ഹാർ അസ്തഗ്ഫിറൂ വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ.
പാതിരാ സമയത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന, പാടുപെട്ട് കരയുന്ന മനുഷ്യന്റെ ബഹുമാനം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നില്ലേ? പാതിരാ സമയത്ത് എഴുന്നേറ്റവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. ആ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ദീനിനെ ഈ സമുദായം കണ്ടോ ചവിട്ടി മതിക്കുന്നത്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാര് ജീവിക്കുന്ന ലോകമാണിത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആ സമയത്ത് നമ്മുടെ റൂഹൊന്ന് പിടിച്ചു പോയാൽ എപ്പോ പറയുന്നു തീരാന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ സമയത്ത് തീർന്നു പോയാൽ എന്താ മോനെ നമ്മുടെ അവസ്ഥ? മയ്യത്താക്കി എടുത്തു കൊണ്ടുപോകുന്നവൻ നിന്നെയും ചുമലിലാക്കിയിട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ വരും. നിന്റെ ചങ്ങാതിമാര് നിന്നെ എടുത്ത് താങ്ങിയിട്ട് കബറിൽ വെക്കുന്നൊരു സമയം വരും. ആ സമയത്തിന് മുമ്പൊന്ന് ചിന്തിക്കേണ്ടതില്ലേ? അള്ളാഹു നന്നാക്കി തരട്ടെ. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധയോടെ നിസ്കരിക്കാൻ, കളിയിൽ നിന്ന് കാര്യത്തിലേക്ക്, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ളുഹറിന്റെ സമയത്ത് ഉച്ചത്തിൽ പാട്ടിങ്ങനെ വെച്ചിട്ട് കേൾക്കുകയാണ് മകൻ, അവന്റെ കൂട്ടുകാരും. പള്ളിന്റെ അടുത്തുള്ള വീടാണ്. ആ വീട്ടിൽ നിന്ന് ഉച്ചത്തിൽ ഇങ്ങനെ പാട്ട് കേട്ടിട്ട് സിനിമ കണ്ടിട്ട് അതേ പലതും കണ്ടിട്ട് ഒച്ചത്തിൽ ബഹളമുണ്ടാക്കുകയാണ്. അപ്പുറത്തെ റൂമിൽ നിന്ന് പ്രായമുള്ള ബാപ്പ കണ്ണട വെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ അത് കേട്ടിട്ടും ഇവനൊരു കുലുക്കവുമില്ല, ഇവന് കണ്ണട വെക്കേണ്ടതില്ല. സുഹൃത്തുക്കളെ, ബാങ്കങ്ങ് കേട്ടപ്പോ ഉപ്പ പറയാണ്, എടോ സൗണ്ട് കുറക്കടോ, അല്ലെങ്കിൽ ടി വി ഓഫാക്ക്. ടെലിവിഷൻ ഓഫാക്കാൻ വേണ്ടി ഉപ്പ പറയാണ്. പക്ഷെ ടെലിവിഷൻ ഓഫാക്കാൻ ഇവന് മനസ്സ് വരുന്നില്ല. അപ്പം വല്ല സൗണ്ട് കുറക്കാൻ എന്തിന്? കാണാൻ വേണ്ടിയിട്ട് സൗണ്ട് കുറച്ചാലും സംഗതി കാണാലോ. ബാങ്കിന് ഇവന് ഇജാബത്ത് പറയുന്നില്ല. സുഹൃത്തുക്കളെ, പള്ളിയിൽ നല്ല ഉസ്താദ് വന്നതാണ്. നല്ല മക്കത്തെ സ്റ്റൈലിൽ ബാങ്ക് കൊടുക്കുകയാണ് ഉസ്താദ്. അല്ലാഹു അക്ബർ. നീട്ടി വലിച്ച് നല്ല ഈണത്തിൽ ബാങ്ക് വിളിക്കുകയാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യത്തിന്റെ താല്പര്യം ബാങ്ക് വിളി എന്നല്ലേ മുഫസ്സിറുകൾ പറയുന്നത്. ആ മഹത്തായ ബാങ്ക് അല്ലാഹുവിന്റെ പ്രതിനിധി ഇവന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. ഉസ്താദിന്റെ നല്ല ഈണത്തിലുള്ള ബാങ്ക് കേൾക്കാൻ ഇവനാണെങ്കിൽ ഈ സൗണ്ട് കുറച്ച് സംഘത്തിലാണുള്ളത്. അത് കഴിഞ്ഞിട്ട് പണി ഇവന് സൗണ്ട് കൂട്ടാൻ. ഇവൻ പറയാണ്, ഹലാക്കിന്റെ മൗലാരി എത്ര നേരായി തുടങ്ങിയിട്ട്. ബാങ്ക് തീരാത്തപ്പോ ഇവൻ ഉസ്താദിനെ ശപിക്കുകയാണ്. ഈ മുസ്ലിയാർ ഇവൻ ശപിക്കുകയാണ്. കൊണ്ടോ ബാങ്കിന് ില്ല. ബാങ്കിന്റെ സമയത്ത് ദുനിയാവിന്റെ കലാമ് കൊണ്ട് സംസാരിച്ചാൽ, അതേ ആവശ്യമില്ലാതെ സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് ദിക്റ് ചൊല്ലാൻ കഴിയാതെ നാവ് വറക്കും കേട്ടോ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ബാങ്ക് ആദരിക്കപ്പെടുന്ന വിഷയമാണ്. ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞത്, ഈ പ്രായമുള്ള മനുഷ്യൻ വടിയും കുത്തിയിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. മകനെ വിളിച്ചിട്ട് മകൻ പോയോ ഇല്ല. അവൻ അവന്റെ കൂട്ടുകാരും അവിടെ നിന്ന് ടി വി വെച്ചിട്ട് കാണുകയാണ്. ഉപ്പ ളുഹ്ർ നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ വീട്ടിന്റെ മുറ്റത്തൊന്ന് രണ്ടാളുകളെ കാണുന്നു. എന്തോ ഒരു കശപിശ നടന്നതുപോലെ, എന്തോ ഒരു പ്രശ്നം പറ്റിയതുപോലെ. ബാപ്പ വലിയ അത്ഭുതത്തോടെ ചോദിക്കുമ്പോ ടി വി ഓഫാക്കാതെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഴഞ്ഞൊന്ന് താഴെ വീണതാണ്. ഇവന്റെ കൂട്ടുകാരെടുത്തിട്ട് വണ്ടിയിലിട്ടിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. റിസൾട്ടിന് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് മറുപടി വന്നു. ഈ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടുപോയി. സിനിമ കാണുമ്പോൾ തന്നെ ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. വീണ് കുഴഞ്ഞു വീണിട്ട് മരിച്ചുപോയി. സുഹൃത്തുക്കളെ, ആ വീട് മരണ വീടായി, സങ്കട വീടായി, ആകെ പ്രയാസവും വിഷമവുമായി പോയി. ഇവന്റെ ഏട്ടന്മാർ, ഇവന്റെ കാരണവന്മാർ, ഇവന്റെ ആളുകളൊക്കെ ഗൾഫിൽ നിന്ന് വരാറുണ്ട്. അവരെ കാത്തിട്ട് പിറ്റേ ദിവസം നേരം വെളുക്കുന്നത് വരെ മയ്യത്ത് കാത്തുകെട്ടിക്കിടന്നു. ആ മയ്യത്ത് രാവിലെ എടുത്തിട്ട് കബറിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. വീട്ടിന്റെ ഉള്ളിലുള്ള സൗകുമാര്യത കബറിൽ കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ദുനിയാവുന്ന മഹാനായ താജുൽ ഉലമയെ പോലെ, സുരിബയിൽ ഉസ്താദിനെ പോലെ, നൂറുൽ ഉലമയെ പോലെ, മഞ്ഞനാടി ഉസ്താദിനെ പോലെ, നെരിക്കോട് ഉസ്താദിനെ പോലെ മഹാന്മാരെ പോലെ പണിയെടുത്തവർക്കാണ് നമുക്ക് നൗമത്തിൽ അറൂസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അള്ളാഹു നമുക്ക് അവരുടെ ഖിദ്മത്തിൽ തൗഫീഖ് നൽകിയതുപോലെ നാളെ ആഖിറത്തിൽ ആ പദവി അല്ലാഹു തരട്ടെ.
ഈ ചെറുപ്പക്കാരുണ്ടോ സുബ്ഹാന ജല്ല ജലാലു ഖബറിലേക്ക് അങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുബ്ഹാന. സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്നക്ക് ഫാന, അതുമാത്രമല്ല ഇതിലെപ്പോഴും വഹദാന. ഈ കൂരാക്കൂരിട്ടുള്ള റൂമിൽ ഖിയാമത്ത് നാളുവരെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്തുവരെ ആ ഖബറിൽ അവൻ കിടക്കേണ്ടി വരുന്നു. സുഹൃത്തുക്കളെ, സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്ന ബക്കറ്റ് വരുന്നുണ്ട് നമ്മുടെ ഭാഗത്തേക്ക്. അതെല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതില്ലല്ലോ. എല്ലാവരും നല്ല പൈസ കൊടുക്കണം. അല്ലാഹു തആല നല്ല ബറക്കത്താക്കി തരട്ടെ. ഇവിടെ നമ്മുടെ എല്ലാവരും എഴുന്നേൽക്ക്, ഒരു 3 സ്വലാത്ത് അത് പോകണ്ട. യാ അല്ലാഹ് ഉറക്കെ ചൊല്ല് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂലാക്കി തരട്ടെ. സാമ്പത്തിക പ്രശ്നം എല്ലായിടത്തും ഉണ്ട്. എന്നാലും നമ്മളെ വീട്ടിലെല്ലാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മളെ വീട്ടുകാരെല്ലാം മരുന്ന് കഴിക്കുന്നുണ്ട്. ആർക്കും ഒരു തടസ്സം ഇതുവരെ വന്നിട്ടില്ല. അല്ലാഹു നമുക്കൊന്നും വിഷമങ്ങൾ ഇല്ലാതാക്കി തരട്ടെ. നിങ്ങളെല്ലാവരും നല്ല സ്വതക്ക ചെയ്യണം. ഇവിടെ നമ്മളെ മരണപ്പെട്ടു പോയ ഇസ്മായിലിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു മാസത്തിൽ 25 കിലോ വെച്ചിട്ട് റേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ സംഘാടകർ, നമ്മുടെ SSFന്റെ കുട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു അതും അതിനപ്പുറവും അവർക്ക് കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ മക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. യതീമുകളെ സംരക്ഷിക്കുന്നവർ, അവർക്ക് ആശ്വാസത്തിന്റെ കൈനീട്ടുന്നവർ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനാ വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹകദാ, ഞാനും യതീമുകൾ അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു സ്വർഗ്ഗത്തിൽ ഇതുപ്രകാരം അടുത്തിട്ടായിരിക്കുമെന്ന് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ മക്കളെ, അതുപോലെ രോഗികളായ പലരെയും സഹായിക്കാൻ റിലീഫിന്റെ ഫണ്ടിലേക്കും നമ്മുടെ പരിപാടിക്കും ഒക്കെ വേണ്ടി നല്ല ചെലവുണ്ട്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പഴയ കാലത്ത് 500ന്റെ 1000 ഇടാൻ വേണ്ടി ഇപ്പൊ അത് 500 പെട്ടിയിലെടുത്ത് വെക്കാള്. ചെറിയ 500ന്റെ ബഹുമാനം കണ്ടിട്ട് പെട്ടിയിലെടുത്ത് വെക്കാണ്. അപ്പൊ അത് നല്ല പെട്ടിയിൽ തന്നെ വെക്കുക. ആ 500 ഉറുപ്പിക ഉണ്ടെങ്കിൽ അത് ഇടുക. ചില ആളുകൾക്ക് നരേന്ദ്രമോദിനോട് ദേഷ്യം പിടിച്ചിട്ട് ആ ചോന്ന നോട്ട് അവർ കൈ കൊണ്ടുപോകില്ല, പുതിയ നോട്ട് അതുണ്ടെങ്കിൽ അത് ഇടുക. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. ഉമ്മമാരുടെ കയ്യിൽ ആർക്കെങ്കിലും 2000 നോട്ടുണ്ടെങ്കിൽ അതിട. അല്ലാഹു തആല ബർക്കത്താക്കി തരട്ടെ. ചിലരെന്നാക്കണ്ട. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ചെറിയ പൈസ ഉള്ളതുപോലെ ഇടുക. അല്ലാഹു ബർക്കത്താക്കി തരട്ടെ. പിന്നെ ചില പെണ്ണുങ്ങള് പൈസ ഉണ്ടാവില്ല, അവർക്ക് പൊന്നുണ്ടാവും. പൈസ 1000-500 പിടിച്ച പോലെ നരേന്ദ്രമോദി പൊന്ന് പിടിക്കാൻ നിൽക്കുക, പൊന്ന് തിരിച്ചു പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അത് നല്ല സ്ഥലത്തേക്ക് തന്നെ കൊടുക്കുക. പൊളിയാത്ത ബാങ്ക് പഠിച്ചവന്റെ ബാങ്കാ, അത് ഒരു കുഴപ്പവും വരില്ല. ആ നോട്ടൊന്നും പിൻവലിക്കുകയും ചെയ്യില്ല. പണ്ട് കൊടുത്ത 500 കൊടുത്തേ അത് കൂടുന്നല്ലാണ്ട് കുറയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ആയിഷ ബീവിയോടുത്ത്, ഫാത്തിമ ബീവിയോടുത്ത് നമ്മുടെ ഉമ്മമാർക്ക് സ്വർഗ്ഗത്തിലെത്താൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അവരെ സ്വർഗ്ഗത്തിൽ കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, എല്ലാവരും സഹായിക്കണം. പൈസ ഇല്ലാത്ത ആളുകൾ, സ്വർണം കൊടുക്കാൻ പറ്റുന്ന ആളുകൾ കൊടുക്കണം. സംഘാടകരുടെ കൈപിടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമയുടെ, നാം ഇവിടെ പരാമർശിച്ച മഹാന്മാരുടെ, ഗൗതുല്ലഹും തങ്ങളടക്കമുള്ള മശായിഖുമാരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു തരട്ടെ. ഒരു കൊല്ലം ഈ മഹത്തായ മജ്ലിസിൽ സ്വതക്ക ചെയ്യുന്ന ആർക്കും ആശുപത്രിയിൽ രോഗം കൊണ്ട് പോകാൻ അല്ലാഹു വിധിക്കാണ്ടിരിക്കട്ടെ. എന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടില്ല. ഒരു കൊല്ലം ആശുപത്രി കയറാണ്ട്, ആശുപത്രിയിൽ പൈസ കൊടുക്കാതെ, ഡോക്ടർക്ക് ഫീസ് കൊടുക്കാതെ, മരുന്ന് വാങ്ങി കഴിക്കേണ്ട വിധിയില്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായി പോകും. അല്ലാഹു തആല റഹ്മത്താക്കി തരട്ടെ. അല്ലാഹു സന്തോഷം തരട്ടെ. എല്ലാവരും കൊടുക്കണം എന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി ഞാൻ പറഞ്ഞത്, ഈ ചെറുപ്പക്കാരൻ ഖബറിലെത്തിയിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അവന് കിട്ടുന്ന സുബ്ഹാന ജല്ല ജലാലു, അവന് ഹാദിരിക്കൊന്നും അറിയില്ല എന്നാ പറയുന്നത്. നല്ല മനുഷ്യന്മാരാണെങ്കിൽ അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. ഇവനാണെങ്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു മനുഷ്യന്റെ ഒരാളെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കും, ആരാണ് ഇയാൾ? മോമിനീങ്ങൾ ഹബീബായ തങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ തങ്ങളാണെന്ന് പറഞ്ഞ് സന്തോഷിക്കും. അവരത് കണ്ടിട്ടുണ്ടല്ലോ, കാണാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. കാണാത്ത ആള് പറയുന്നു റസൂലുള്ളാഹി തങ്ങളോട് വേണ്ട പോലെ ജീവിച്ച് സ്നേഹിക്കാത്ത ഫാസിഖായ തമ്മാടി കാഫിർ പറയുന്നു, എനിക്കറിയില്ല, ആളുകൾ ഇയാളെ കുറിച്ച് പലതും പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പിൻവാങ്ങുന്ന മറുപടി കിട്ടാതെ പ്രയാസപ്പെടുമ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിശാലമായ ഹദീസ് ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ട് തണ്ടെടുത്തിട്ടും മലക്കുകൾ വരിക, മലക്കുകൾ വന്നിട്ട് തലക്കും കാലിന്റെയും ഭാഗത്ത് നിന്നിട്ട് ശക്തമായി അവരടിക്കുകയാണ് ഈ നരകാവകാശികളെ. കരഞ്ഞിട്ട് കാര്യമില്ല. കിംബദന്തി ഉണ്ടാക്കുന്ന എന്ത് സിംബദന്തി ഉണ്ടാക്കുന്ന പരിപാടി ചെയ്തിട്ടു അവരുടെ കാല് പിടിച്ചിട്ട് കാര്യമില്ല. റഫത്തവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഖബറാളി വലിയ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുകയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, മനുഷ്യരും ജിന്നുമല്ലാത്തവരൊക്കെയും അത് കേൾക്കും. മനുഷ്യന്മാരും ജിന്നത് കേട്ടാൽ അത് വലിയ പ്രയാസമുണ്ടാക്കൂ. സുഹൃത്തുക്കളെ, ഈ സിനിമ കണ്ടിട്ട് മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ പിറ്റേ ദിവസം ദുഹറാകുമ്പോഴേക്ക് ഖബറിലെത്തിയിട്ട് തല്ലു തുടങ്ങിപ്പോയി കേട്ടോ. ആ സമയത്ത് മലക്കുകൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ആ സമയത്താണ് പള്ളിയിലെ ഉസ്താദ് ഇന്നലെ ബാങ്ക് കൊടുത്ത അതേ ഉസ്താദ് മൈക്കിനെ മുട്ടിയിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് വിളിക്കാൻ തുടങ്ങി. ബാങ്ക് വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പ്രസംഗിക്കുന്ന ഉസ്താദ് പ്രസംഗം മതിയാക്കി, ഖുർആൻ ഓതുന്ന ഖുർആനോട്ട് മതിയാക്കി, ദർസ് നടത്തുന്ന മുദരിസ് കിതാബ് പൊതിക്കൊടുക്കുന്ന മതിയാക്കിയിട്ട് അതാ ബാങ്കിന് ഇജാബത്ത് കൊടുത്തു. ഓരോ പ്രവർത്തനം ചെയ്യുന്നവരും അതോടെ ബഹുമാനത്തോടെ വളരെ ആദരവോടെ ബാങ്കിന് ഇജാബത്ത് കൊടുത്തു. ഇവിടെ ഇതാ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകള്, ആ മലക്കുകളെ ബാങ്ക് കേൾക്കുമ്പോ അവരുടെ പ്രവർത്തനം അവർ നിർത്തിക്കളഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു. ഖബറിൽ കിടക്കുന്ന തമ്മാടിയായ ഫാസിഖായ ചെറുപ്പക്കാരൻ അവനിങ്ങനെ ആലോചിക്കുന്ന, അല്ലാഹ്, ഈ ബാങ്കൊന്ന് തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇന്നലെ ളുഹർ ബാങ്ക് കേൾക്കുമ്പം പാട്ട് കേട്ടിട്ട് ചങ്ങാതി പറഞ്ഞ ഹലാക്കിന്റെ മൗലാര് ബാങ്ക് എന്താ തീരാത്തത് എന്നാണ്. ഇന്ന് അടികൊള്ളുന്ന സമയത്ത് മലക്കുകൾ ബാങ്ക് കേട്ടിട്ട് അവരടിയങ്ങ് നിർത്തിയപ്പോ ഇവൻ ചോദിക്കുന്നത്, അല്ലാഹ്, ഈ ബാങ്കൊന്ന് തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഖബറൊന്ന് കരഞ്ഞിട്ട് കാര്യമില്ല ചെറുപ്പക്കാരാ, നമുക്ക് അല്ലാഹുവിന്റെ വഴിയിലേക്കൊന്ന് തിരിയേണ്ടതുണ്ട്. പലപ്പോഴും തമ്മാടിത്തത്തിലേക്ക് പോയിട്ട് വീഴുകയാണ് ചെറുപ്പക്കാരും, കൂട്ടുകെട്ടിലേക്ക് പോയിട്ട് വീഴുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നവന്റെ കൂട്ടുകാരിലേക്ക് നോക്കിയിട്ടാണ്. ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു അവസ്ഥ, നല്ലതിന്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സംഘ കുടുംബത്തിന് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം, വഖാലിത്തിസ് സുലഹാ നിൽതസ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വുജൂഹിൽ അർളി യഖ്മാറു മാഉൽ കനീഫി ഇദാ മാ സാല മുഖ്തലിതാ ബിമാഇ നഹരിൻ ഫസാലത് മിൻഹു അഖ്ദാറു. നീ മഹാന്മാരുടെ കൂടെ കുടിക്കൂ, നീ നല്ലവരുടെ കൂടെ കുടിക്കൂ, എന്നാൽ നിനക്ക് നന്മ കിട്ടും. കാരണം അവർ ഈ ദുനിയാവിൽ നിനക്ക് പൂനിലാവ് ഉപയോഗിക്കുന്ന ചന്ദ്രന്മാരാണ്, ഖമറുകളാണവർ. നീ കാണുന്നില്ലേ അഴുക്ക് ജാലിലൂടെ ഒഴുകുന്ന വെള്ളം, ആ വെള്ളത്തിന് എന്തൊരു നാറ്റമാണ്, എന്തൊരു ദുർഗന്ധമാണ്. ആ വെള്ളത്തിനടുക്കെത്തുമ്പോൾ ആളുകൾ മൂക്കുപൊത്തുകയാണ്. ആ വെള്ളം ഒഴുകി 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 നല്ല വെള്ളം ഒഴുകുന്ന പുഴയിലേക്ക് ചേർന്നാൽ അതിന്റെ മുഴുവൻ അഴുക്കുകളും നീങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കൂട്ടുകൂടുന്നത് നല്ല നല്ല ഉസ്താദുമാരോടായിക്കോ. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയൊരു ഭാഗ്യം. അൽഹംദുലില്ലാഹ്, ചെറുപ്പക്കാർക്ക് കയറി നിൽക്കാൻ ഞാനിപ്പോ വരുമ്പോ SSFന്റെ ഒരു യൂണിറ്റ് ഓഫീസിലേക്ക് കയറി. അല്ലാഹു തആലയുടെ പ്രവർത്തകർക്ക് ബറക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവിടെ ഞാൻ നോക്കുമ്പോ സാധാരണ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് പോയാൽ, ക്ലബിൽ പോയാൽ ചൊട്ടാനുണ്ടാവും, നമ്മൾ പോയാൽ ചൊട്ടാനുണ്ടാവുന്നല്ല, അവിടെ ചൊട്ടുന്നൊക്കെ ടക്ക് ടക്ക് താഴ്ന്ന് കേൾക്കാം, പാട്ട് കേൾക്കാം, സിനിമ കാണാം, പലതും കാണാം. സുന്നി സെന്ററിൽ അതൊന്നുമില്ല.
സുന്നി സെന്ററിൽ അതൊന്നുമില്ല. അവിടെ കയറിയാൽ നമ്മുടെ മക്കൾ സുന്നി സെന്ററുമായി സഹകരിച്ചാൽ, ഉമ്മമാരെ ചെറുപ്പക്കാരായ നമ്മുടെ മക്കൾ സുന്നി സെന്ററിൽ കയറിയാൽ അവിടെ കാരം ബോർഡില്ല, ഡോമൻസ് ഇല്ല, സിനിമ കാണാൻ സംവിധാനമില്ല, പാട്ട് കേൾക്കാൻ സംവിധാനമില്ല. അവിടെ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പിയുണ്ട്, തസ്ബീഹുമാലയുണ്ട്. അവിടെയുള്ള കയറി വരുന്ന ഉസ്താദുമാര് ഫാത്തിഹ വിളിച്ചിട്ട് അൽഹംദുലില്ലാഹ് നമ്മുടെ സംഘ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരിലേക്ക്, ബാപ്പമാരിലേക്ക്, കാരണവന്മാരിലേക്ക്, ഉമറാക്കളിലേക്ക്, പ്രവർത്തകരിലേക്ക്, അവരുടെ ഖബറുകളിലേക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യുന്നു. ആ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രത്തിന് വേണ്ടി പ്രവർത്തിച്ചവർക്കുള്ള ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ അള്ളാഹ് അവസരം തന്നതിനാൽ നാം വലിയ ഭാഗ്യമുള്ളവരാണ്. അതേ സമയത്ത് ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. യൗമ യഅള്ളു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൂതു മഅർ റസൂലി സബീലാ. നാളെ മഹ്ശറയിൽ കൈ കടിച്ചു മുറിക്കുകയാണ് കമ്മാടികളായ ആളുകൾ. കൈ കടിച്ചു മുറിച്ചിട്ടവർ പറയുന്നത്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാനൊരു മാർഗം കണ്ടെത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹ് യഖൂലു യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അവൻ പറയുന്ന, എന്റെ നാശമേ, ആ ചെറുപ്പക്കാരനെ ഞാൻ കൂട്ടുകാരനാക്കിയില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് സത്യം ബോധ്യപ്പെട്ടതിന് ശേഷം, ഞാൻ നന്മയിൽ പ്രവേശിച്ചതിന് ശേഷം അവനാണ് എന്നെ കുഴപ്പത്തിൽ ചാടിച്ചതല്ലാ. അവനാണ് എന്റെ മൊബൈലിലേക്ക് അശ്ലീലമായ ക്ലിപ്പുകൾ സെൻഡ് ചെയ്തത്. അവനാണ് എനിക്ക് പല ചാറ്റിങ്ങും പഠിപ്പിച്ചു തന്നത്. അവനാണ് ഈ പുതിയ കാലത്തിലുള്ള സംവിധാനങ്ങളുമായി എന്നെ ബന്ധിപ്പിച്ചത്. അവനാണ് എന്നെ അബദ്ധത്തിലാക്കിയതല്ലാ. അവനെ ഞാൻ അകറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സുബ്ഹാന ജല്ല ജലാലുഹു. എന്തൊക്കെ കോലത്തിലാണ്, എന്തൊക്കെ വേഷത്തിലാണ്, എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ കാണുന്നത്. ചെറുപ്പക്കാരുടെ ഒക്കെ മൊബൈലിൽ കയ്യിലൊക്കെ വലിയ വലിയ ഫോണുണ്ട്. ഇന്നലെ ഒരാൾ പറഞ്ഞു കേട്ട്, ഫോണ് മുമ്പിൽ വെച്ച് നിക്കരിക്കുമ്പോൾ ചെറിയ മയ്യത്ത് നിക്കരിക്കും പോലെ ഉണ്ട്. ചെറിയ ഫോണ് മുമ്പിൽ വെച്ചിട്ട് അള്ളാഹു ഒന്ന് കൈകെട്ടിയാല് മുമ്പിൽ ചെറിയ കുഞ്ഞിന്റെ മയ്യത്ത് വെച്ച് അത്രയും വലുത് വലിയ ഫോണും വെച്ചിട്ട് നടക്കുക. ഫോണിന് ആവശ്യമുണ്ട്. ഇപ്പൊ നോക്കി, ഞാനിപ്പോ ഇത് നോക്കിയിട്ട് ഒരുപാട് കിതാബുണ്ട് ഫോണിന്റെ ഉള്ളിൽ. ഈ ഫോണിന്റെ ഒരുപാട് കിതാബുകളുണ്ട്. ഉപകാരമുള്ള സംഗതിക്ക് ഇതൊരു ഗ്ലാസിന്റെ ഹുക്കുമില്ല. വെള്ളം കുടിച്ചാൽ ഹലാല്, കള്ളു കുടിച്ചാൽ ഹറാമ്. ഗ്ലാസ് നരകത്തിനും സ്വർഗത്തിനൊന്നും പോലും കുടിച്ചോനാ പോവാ. അതുപോലെ ഈ സാധനം ഉപയോഗിക്കുന്നവനാണ് ഇതിന്റെ പ്രശ്നം. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നോക്ക് നിങ്ങൾ, എന്തൊക്കെയോ വിഷമങ്ങൾ ദുനിയാവിൽ നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് എന്റെ നാട്ടിന്റെ അടുത്ത് ഒരു റാത്തീബിന് പോയി. ഒരു പള്ളിയിൽ റാത്തീബ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ പള്ളിന്റെ ഒരു മൂലക്ക് 2-3 പിള്ളേർ ഇങ്ങനെ ലൈറ്റ് കാണും. എല്ലാം ഒക്കെ കടത്തിയിടക്കി വിളക്ക് കടത്തിയിട്ട് ദിക്റില്ലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇങ്ങനെ ലൈറ്റ് കാണുമെന്ന് നോക്കിയപ്പോ മൊബൈലുണ്ട് നോക്കി കളിക്കും. 2-3 കുട്ടികൾ മൊബൈലും കൊണ്ട് കളിക്കും പള്ളിന്റെ ഉള്ളിൽ. സുബ്ഹാന ജല്ല ജലാലു. എങ്ങനെയുണ്ട്? ദിക്ർ ചൊല്ലുന്ന സമയത്തും ക്ഷീരമുള്ളോരകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ ദിക്ർ ചൊല്ലുന്ന സദസ്സിലും ചെറുപ്പക്കാര് മൊബൈലിന്റെ ആ ഹരത്തിലാണ്. മൊബൈലാണ് മനസ്സിന്റെ ഉള്ളിൽ, ഗെയിമുകളാണ് കഥാ മനസ്സിന്റെ ഉള്ളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നിലും ഒരു ലദ്ദത്ത് കിട്ടുന്നില്ല, ഒന്നിലും ഒരു മാധുര്യം കിട്ടുന്നില്ല. അല്ലാഹു നമ്മളെ കാത്ത് സലാമത്താക്കി തരട്ടെ. നോക്കുങ്ങൾ ചെറുപ്പക്കാരനൊക്കെ അവസ്ഥ. പള്ളിയിലെല്ലാം പോയാല് ഒന്നാമത്തെ സഫിൽ നമ്മൾ നിന്നോളണം. ഈ അടുത്തൊരു ഉസ്താദ് എന്നോട് പറഞ്ഞു, ഒരു ഖത്തീബായി നിൽക്കുന്ന ഒരു സുഹൃത്താണ്. അദ്ദേഹം എന്നോട്, ഉസ്താദെ നമ്മൾ ചെറുപ്പക്കാരെ കൊണ്ട് തോറ്റുന്നു, ചെറുപ്പക്കാരെ കൊണ്ട് തോറ്റു പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്താ? അവന് കുട്ടികളൊക്കെ കണ്ടൻ ട്രൗസർ ഇട്ടിട്ടാ പള്ളിയിൽ വരും. നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല, ബർമൂട മുട്ടിനതായുള്ള ഒരു സാധനം ഇട്ടിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ വരികയാണ്. അപ്പൊ ഇയാള് ഈ കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഖത്തീബ് മക്കളെ ഇങ്ങനെയൊന്നും ഇട്ടിട്ട് പള്ളിയിൽ വല്ലടോ, പള്ളിക്ക് ഒരു ഹുർമത്ത്, ഒരു ബഹുമാനം, ഒരു ആദരവ് അത് കൊടുക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് വരില്ലാന്നോ? അപ്പൊ ഈ കുട്ടികൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ ഇത്രയും കാലം വേറെ പറഞ്ഞു ഞെരിയാണിക്ക് മുമ്പിൽ മുകളിൽ വസ്ത്രം ധരിക്കണം, ഇപ്പൊ ഞെരിയാണിക്ക് മുകളിൽ തന്നെയല്ലേ ഉള്ളത്, കറ്റനല്ലേ?
ഞെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണമെന്നല്ല ഇത്രയും കാലം ബാഗ് പറഞ്ഞു. ഇതിട്ടിട്ട് ഒരു ഇതും പറ്റില്ല. പിന്നെ എങ്ങനെ ബസ്സിൽ കയറി എനിക്കായല്ലോ. കണ്ടക്ടർ വന്ന് ബാക്കിലോട്ട്, ക്ലീനർ വന്ന് മുമ്പിലോട്ട്. ഇതെന്താ ചെയ്യാം? പിള്ളേർ ചോദിച്ചോളൂ ഇയാളോട്. ഇയാൾ പറഞ്ഞു എനിക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. ഞാൻ ഇയാളോട് പറഞ്ഞു നിങ്ങൾ ബേജാറാണ്ട, അടുത്ത റമദാൻ പെരുന്നാളിന് അല്ലെങ്കിൽ നബിദിനത്തിന് ആ കുട്ടികൾ വേഷം പൊറിക്കുമ്പോ, ഡ്രസ് എടുക്കുമ്പോ, ജീൻസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാൻസിന് അളവ് കൊടുക്കുന്ന സമയത്ത് ഞെരിയാണിക്ക് മേലെ വെച്ചിട്ട് മുറിക്കാൻ പറയും. അപ്പോഴല്ലേ അവന്റെ ഈമാൻ കാണുക, അപ്പോഴല്ലേ അവന്റെ ഈമാനിന്റെ തിളക്കം കാണുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം കൊണ്ടുപോകുന്നവൻ മുത്തക്കബ്ബറാണ്, അവൻ ദജ്ജാലിന്റെ ഖാദിമാണ്, അവൻ നരകത്തിലാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആർക്കും മനസാക്ഷിക്ക് ആർക്കുണ്ടതിലൊരു ഖേദം, ആർക്കുണ്ട് അങ്ങനത്തെ ഒരു ചിന്ത. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഞാൻ പറഞ്ഞത് പള്ളിയിലൊക്കെ പോയാൽ ഒന്നാമത്തെ സഫിൽ നിൽക്കണം. രണ്ടാമത്തെ സഫിൽ നിന്നാൽ ഇവൻ സുജൂദിന് റുകൂലും പോകുമ്പോൾ ഓന്റെ മാളി മുള്ളാരി നമ്മൾ കാണും. അതുകൊണ്ട് നമ്മൾ ഒന്നാമത്തെ സഫ് കാരണം ഇവനെ വേക്കിലാക്കണം. നായ വരെ നമ്മുടെ നാട്ടിൽ വരെ പായിക്കൂല. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരൻ, ഇവിടുത്തെ നല്ല ചെറുപ്പക്കാരായിരിക്കും. ഈ മംഗലാപുരം, കാസർഗോഡ് ഭാഗത്തിലെ നല്ല ഈമാനുള്ള കുട്ടികൾ അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. നമ്മളൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്ത് തരട്ടെ. നമ്മളെല്ലാം നാട്ടിൽ നായ് വായിക്കൂല. പിള്ളേരെ ചെറുപ്പക്കാർ കുട്ടികൾ നായ് വായിക്കൂല. ഇവനോട് സ്നേഹം കൊണ്ടല്ല, ഇവനെ ആ മറ്റും നായ് ഓടിച്ചെങ്കിൽ ഇവന്റെ പാന്റ് നായ് കൊണ്ടോ. അപ്പൊ ഇവന്റെ ഔറത്ത് കാണാൻ കഴിയില്ല നായ്ക്ക്. അതുകൊണ്ട് നായ് കറാമത്തിൽ നിൽക്കല്ലേ ഈ പാന്റ് കറാമത്തിൽ നിൽക്കുക. ഓടിയെങ്കിൽ പാന്റ് അങ്ങ് പോകും. അപ്പൊ നായ്ക്ക് പിന്നെ ഇവന്റെ ഒന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് നായ് വരെ ഇവൻ ഓടിക്കൂല എന്ന് ഇപ്പൊ പറയും. കണ്ടോ നിങ്ങൾ? വേഷങ്ങൾ, എന്തൊക്കെ വേഷങ്ങളാണ് ആളുകൾ ധരിക്കുന്നത്. അള്ളാഹു റഹ്മത്താക്കട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. ചെറുപ്പക്കാരെ പറ്റിയിട്ട് പറയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മഹാന്മാരുടെ ഒരു വഴിയുണ്ട്, ആ വഴിയിൽ നാം സജീവമാകണം. മഹാന്മാര് കാണിച്ചു തന്നൊരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ നാം സജീവമായി മുന്നോട്ട് പോകുന്നവരാകണം. നമ്മുടെ വേഷങ്ങൾ ഇസ്ലാമികമാകണം. SSFന്റെ പ്രവർത്തകർ അൽഹംദുലില്ലാഹ് വേറിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്ക്. അവർ ചെറിയൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട്, മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി മുറിച്ചിട്ട്, മുഖത്ത് നല്ല താടിയൊക്കെ വെച്ചിട്ട്, ഞെരിയാണിക്ക് മേലെ ഫാൻസ് ഒക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ മുറിച്ചിട്ട്, നല്ല ഈമാനുള്ള ചെറുപ്പക്കാരനായിട്ട് ജീവിക്കുന്ന SSFകാരൻ ഈ നാട്ടിന്റെ വിളക്കായി മാറണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഉമ്മമാരോട് ഞാൻ പറയുന്നു, മക്കളെയൊക്കെ നന്നായിട്ട് മുടിയൊക്കെ മുറിപ്പിച്ചു കൊടുത്ത് റെഡിയാക്കണം. ചില മക്കളൊക്കെ മദ്രസയിൽ, ഞാൻ ജോലി ചെയ്യുന്ന മദ്രസയിലെ ഉസ്താദിനൊരു കംപ്ലൈന്റ് വന്നു. കംപ്ലൈന്റ് എന്താ അറിയോ? ഉസ്താദ് പറഞ്ഞു നാളെ നീ നേരെ മുടി മുറിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കത്രി കൊണ്ട് മുറിച്ചു തരും. ഇപ്പൊ വരക്കത്തെ ഉമ്മ ഭർത്താവിനെ പറഞ്ഞയച്ച അയാളെന്താ ബാർബർ ഷോപ്പ് തുടങ്ങുന്നുണ്ടോ അവിടെ? മനസ്സിലായിട്ടില്ല. ഈ കുട്ടിന്റെ മുടി വല്ലാത്തൊരു കോലത്തിലാ, കരിക്ക് ചെത്തിയ പോലെയുള്ളത്. അത് കണ്ടിട്ട് സഹിക്കുന്നില്ല. കുറെ ദിവസം പറഞ്ഞു ശരിയാക്കാൻ വേണ്ടി. ശരിയാകാത്തപ്പോ ഉസ്താദ് പറഞ്ഞു നാളെ ഇന്ന് ഇതേപോലെ വരികയാണെങ്കിൽ ഞാൻ കത്രി കൊണ്ട് കത്രിച്ചു തരും. ഇപ്പൊ ഉമ്മാന്റെ വീട്ടിലുള്ള കമാൻഡ് ഉപ്പാനെ പറഞ്ഞയച്ചിട്ട് കമ്മിറ്റിക്കാരോട് ചോദിക്കുന്നത്, മൊയിലാര് മദ്രസയിൽ ബാർബർ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടോ? കണ്ടോ നിങ്ങൾ ഈ ഉമ്മത്തിനെ ഉമ്മമാരും ആളുകളും കൊണ്ടുപോകുന്ന ഒരു കോലം? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാനൊരു ബാപ്പയെയും മകനെയും കണ്ടു. ബാപ്പ ഒരു മോനെയും കുട്ടി, നല്ലൊരു ഓമനത്തുള്ളൊരു കുട്ടി, 6 വയസ്സുള്ള നല്ല ഉഷാറുള്ള ഒരു മോൻ. ബാപ്പന്റെ കൂടെ ഇങ്ങനെ വരികയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത്. അപ്പോ ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങളെ മോനല്ലേ? അതേ. 6 വയസ്സ്, 5 വയസ്സുണ്ടാവും, 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാ, നല്ല ഉഷാറുള്ള കുട്ടി. എവിടുന്ന് വരുന്ന വെച്ചു? ബാർബർ ഷാപ്പ് പോയതാണോ? മുടി മുറിക്കാനാണോ വാങ്ങാനാണോ എന്ന് വെച്ചാൽ ഇങ്ങനെ മുറിക്കാൻ പോയതാണോ? ചോദിക്കാനൊരു കാരണമുണ്ട്. ഇവന്റെ മുടി ഞാൻ ഈ പറഞ്ഞതുപോലെയാ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? പൊണ്ടെന്നോ? അല്ല, കരിക്കിനെന്താ പറയാ? ആ പൊണ്ടം ചെത്തിയ പോലെയുള്ളത് ഒരു സൈഡിൽ ഇങ്ങനെ ചെത്തിയിട്ടുണ്ട്, ബാക്കിയെല്ലാം റെഡി. ആനന്റെ ചെവി പോലെ തലയിൽ ഇങ്ങനെ ആടും ഈ കുട്ടിന്റെ. ഞാൻ കണ്ടിട്ട് വെച്ച്, നിങ്ങൾ പൈസ ഫുള്ള് കൊടുത്തിട്ടില്ലേ ബാർബറിന്? കൊടുത്തിരുന്നു. ഇയാൾക്ക് തോന്നി ഞാനൊന്ന് ആക്കിയതാണോ? ഇയാൾ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉസ്താദ്. ഞാൻ പറഞ്ഞു എന്താണ് എന്ത് കോലത്തിലായി മുടി മുറിച്ചത്? ഇങ്ങനെ ഉണ്ടോ മുടി മുറിപ്പിക്കല്? അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ? ഇത് ചെറുതല്ല ഉസ്താദ്, വലുതായ ശരിയാവും. ഇയാൾക്ക് ബുദ്ധിയുണ്ടോ? കിതാബ് ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളൊക്കെ പറഞ്ഞറിയോ? ചെറുപ്പത്തിലെ മുറുസ്ബിയ ബിസ്വലാത്തി ഇദാ ബലഗ 7 സിനീന വഇദാ ബലഗ 10 സിനീന ഫദ്രിബുഹു അലൈഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. നിസ്കാരം നിർബന്ധമായിട്ടല്ല. എന്തിനാണത് പഠിപ്പിച്ചത്? വലുതാകുമ്പോൾ അവൻ നന്മയോട് എഴുകിച്ചേരാൻ വേണ്ടിയിട്ട് അലിഞ്ഞു ചേരാൻ. അങ്ങനല്ലേ ഫത്ഹുൽ മുഈനിലുള്ള കിതാബുകൾ പറഞ്ഞത്? അത് ഇയാൾ ഓതിയിട്ടില്ല. എന്നാൽ പണ്ടേതോ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പകാലമേ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ചെറുപ്പത്തിലേ നല്ലത് പഠിക്കണം. അതേ സമയത്ത് ഇയാൾ പറഞ്ഞ എന്റെ മോൻ വലുതായ ശരിയാകും. ആയിക്കോട്ടെ, അയാളെ മകനല്ലേ.
ഞാൻ പറയണത് 2 ആഴ്ച കഴിഞ്ഞിട്ടില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഇയാളുടെ മൂത്ത മകനുണ്ട്, അവിടെ 8ാം ക്ലാസ്സിൽ പഠിക്കണ ചെക്കൻ, 13 വയസ്സുണ്ടാവും. അവനും ഇയാളും കൊണ്ട് വരുന്നു. ഞാൻ നിങ്ങൾ ബാർബർ ഷാപ്പിൽ തന്നെ വരുന്നാണോ ചോദിച്ചു. അയാൾ പറഞ്ഞു നല്ല സ്ഥലം, കടയിൽ പോയതാണ്. കടയിൽ പോയിട്ട് എന്തോ ആവശ്യത്തിന് വരികയാണ്. ചോദിക്കാനൊരു കാരണം ഉണ്ടല്ലോ. ഇയാളുടെ മൂത്ത മകന്റെ തലയിലെ മുടി എങ്ങനെ അറിയോ? ഒന്ന് ചൈനയിലേക്ക് ചെരിഞ്ഞിട്ട, മറ്റത് റഷ്യയിലേക്ക് ഇങ്ങനെ പൊങ്ങിയിട്ട, ഒന്ന് ശ്രീലങ്കയിലേക്ക് ഇങ്ങനെ വീണിട്ട. അള്ളാന്റെ റബ്ബെ, മുള്ളം പന്നി നമ്മുടെ നാട്ടൊരു സാധനം ഉണ്ട്, അതിന്റെ കോലത്തിലായി ചെറുപ്പക്കാരന്റെ മുടി. ഞാൻ ഇയാളോട് ചെയ്ത് എന്തൊരു കോലം, നിങ്ങളെ മകനല്ലേ ഇത്? അവിടെ മദ്രസ പഠിക്കുന്ന കുട്ടിയല്ലേ? ഞാൻ മദ്രസ പഠിപ്പിക്കുന്നില്ല, മദ്രസയിൽ നിന്ന് കാണുന്ന കുട്ടിയാ. മദ്രസ പഠിക്കുന്ന കുട്ടിയല്ലേ? അതേ എന്റെ മൂത്ത കുട്ടിയാന്ന്. ഞാൻ എന്തൊരു കോലത്. ഇപ്പൊ ഇയാളെന്താ പറഞ്ഞറിയോ? ഇവൻ ബെൽദായിൽ ഉസ്താദെ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഉണ്ടോ? സുബ്ഹാന ജല്ല ജലാലുഹു. കഴിഞ്ഞ ആഴ്ച ഇയാൾ പറഞ്ഞു 6 വയസ്സുള്ള കുട്ടി 5 വയസ്സുള്ള കുട്ടിയും ബെൽദായ ശരിയാവും. ഇവ കുട്ടിയല്ലേ? ഇപ്പൊ ഇയാള് പറയണത് ഇപ്പം ബെൽദായില്ലേ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഞാൻ ഇയാളോട് നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച കുട്ടിനെ പറ്റിയിട്ട് മറ്റേ കുട്ടി ബെൽദായ ശരിയാവുന്നു, ഇവനെ ബെൽദാമ്പ് ഇങ്ങനെ വളഞ്ഞു പോയത്. ഇയാൾ പറയാൻ എന്താ ചെയ്യാ? സംഗതി ഇയാൾ എന്താ ചെയ്യാന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ നിലയ്ക്ക് നമ്മളെ മക്കളെ വളർത്തുന്നതും ചെറുപ്പക്കാരന്റെ വേഷവും മുടിയെല്ലാം ഒന്ന് ശ്രദ്ധിക്കുന്ന കോലത്തിലേക്കും അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടുന്ന മഹാന്മാരുടെ റൂട്ടിലേക്കും ഒന്ന് വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരികളെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം. രാത്രി ഉറക്കമൊഴിച്ചിട്ട് മൊബൈൽ കൊണ്ട് കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കാര്യം ആലോചിച്ചു. എയർഫോൺ കാതിൽ വെച്ചിട്ട് ബ്ലാങ്കറ്റ് പുതച്ചിട്ട് ആരും കാണൂല എന്ന് വിചാരിച്ചിട്ടാണ് നീ ക്ലിപ്പ് കാണുന്നത്. ആരും കാണൂല എന്ന് കരുതിയിട്ടാണ് നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ ഏട്ടനും അനിയനും നിന്റെ ഭാര്യയും ഭർത്താവും പരസ്പരം ഒരാളും കാണൂല എന്ന് കരുതിയിട്ടാണ് ഹറാമ് കാണുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും പടച്ച റബ്ബ് കൂടെയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ താക്കീതാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ തത്വചിന്തകനാണ്, വലിയ ആരിഫാണ്. മഹാനവറുകൾ നടത്തിയ ഒരു ഉപദേശം നിങ്ങൾ കേട്ടു. ചെറുപ്പക്കാരികളെ, പടച്ച റബ്ബിനോട് നീ ധിക്കാരം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ അവൻ കാണാത്തൊരു സ്ഥലം നീ തെരഞ്ഞെടുക്കണേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇപ്പോൾ വരികയാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിപാടി അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു കബൂലാക്കി തരട്ടെ. നല്ലതിന്റെ കൂടെ നിൽക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നല്ലത് ചെയ്തു മരണപ്പെടാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. നല്ലവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ അല്ലാഹു തൗഫീഖാക്കി തരട്ടെ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കണം. നമ്മുടെ യൗവനത്തെ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലാക്കണം. അൽഹംദുലില്ലാഹ്, SSFകാർ സേവനത്തിന്റെ വഴിയിലാണ്, SYSകാർ സ്വാന്തനത്തിന്റെ വഴിയിലാണ്. അവരെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന സേവന പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഒരാളിൽ നിന്നും സഹായം സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് വിധി വരുത്താതിരിക്കട്ടെ. അമീൻ പറ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് പാവപ്പെട്ടവരെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സഹോദരങ്ങളെ, മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, മഹാനായ സുരുബൈൽ ഉസ്താദ്, എല്ലാവർക്കും അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അവരുടെ തർബിയത്ത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. എന്റെ ഉമ്മമാരോട്, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോട് 2 വാക്ക് ഞാൻ പറഞ്ഞു നിർത്തുന്നു. സഹോദരങ്ങളെ, ആ മഹാന്മാരുടെ കൂടെ കൂടിയാൽ, മഹത്തുക്കളുടെ കൂടെ കൂടിയാൽ, നമ്മൾ മഹാന്മാരാകണമെന്നില്ല, പക്ഷെ മഹാന്മാരുടെ കൂടെ കൂടിയാൽ അതിന് വലിയ മഹത്വമുണ്ട്, വലിയ പവറുണ്ട്.
എത്രയോ അനുഭവങ്ങൾ പറയാനുണ്ട്, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കുഞ്ഞമ്മു ഖാദിമുൽ ഖൗമി ശുജാഅൻ യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനും ഉമർ ഖാദി പാട്ടുപാടി. അവിടുത്തെ ഒരു ഖാദിം ഉണ്ടായിരുന്നു, കുഞ്ഞമ്മു എന്ന് പറയുന്ന ഒരാൾ. ഉമർ ഖാദി, അല്ലാഹു തആല അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവരുടെ തർബിയത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങള് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണ് ഹൈദ്രോസ് എന്ന് പറയുന്നയാള്. മഹാനായ ഉമർ ഖാദി എവിടെയോ പോയിട്ട് വരുമ്പോഴത്തേക്ക് പള്ളി നിന്നുണ്ട് ഖബർ കുഴിക്കുന്നു. ഉമർ ഖാദി ചോദിച്ചു, ആരാ മരിച്ചത്? ഹൈദ്രോസ് പാമ്പ് കടിയേറ്റ് മരിച്ചതാണെന്ന്. മഹാനവർക്ക് വലിയ ടെൻഷനായി പോയി. ഉടനെ വുളു ചെയ്തിട്ട് പള്ളിന്റെ ഉള്ളിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ഇരുന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയുന്നു, ഹൈദ്രോസ് മരിച്ചിട്ടില്ല, കറാമത്തിന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, കറാമത്തിന്റെ ബുദ്ധി കൊണ്ട്, കറാമത്ത് കൊണ്ട് ചിന്തിച്ചതാ, കറാമത്ത് കൊണ്ട് അറിഞ്ഞതാണ്, ഹൈദ്രോസ് മരിച്ചിട്ടില്ല. അപ്പൊ ആളുകൾ പറഞ്ഞു, ഖബർ കുഴിക്കുന്നത് നേരത്തെ മരിച്ചിട്ട് അവിടെ യാസീൻ ഒത്തു തുടങ്ങി. ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടല്ലേ നമ്മൾ മയ്യിത്ത് തുടങ്ങി ഖബർ കുഴിക്കാൻ തുടങ്ങിയത്. ഉമർ ഖാദി പറഞ്ഞു, ഞാനല്ലേ പറയുന്നത്, ഹൈദ്രോസ് മരിച്ചിട്ടില്ല, ഖബർ കുഴിക്കണ്ട. തന്റെ ഖാദിമായി നിൽക്കുന്ന കുഞ്ഞമ്മുണ്ട്, കുഞ്ഞമ്പു അല്ല കുഞ്ഞാമു, അദ്ദേഹത്തോട് നീ പോയിട്ട് പെട്ടെന്ന് വീട്ടിൽ പറയൂ, ഹൈദ്രോസ് മരിച്ചിട്ടില്ല, ഉമർ ഖാദി വരുന്നുണ്ട് എന്ന് പറ. ഇതങ്ങ് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് കുഞ്ഞാമു ഒറ്റ ഓട്ടം കൂടി. ഉസ്താദുമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകൾ നല്ല സ്മാർട്ടായ ആളുകളുണ്ടാകും. കുഞ്ഞാമു ഓടി പോയിട്ട് വിവരം പറഞ്ഞിട്ട് ഉമർ ഖാദി മുറ്റത്തെത്തുമ്പോഴേക്ക് ഇയാള് തിരിച്ചെത്തിക്കളഞ്ഞു. ഉമർ ഖാദിക്ക് ഒരു സ്വഭാവമുണ്ട്, എന്ത് സന്തോഷം കണ്ടാലും അത്ഭുതം കണ്ട ഉടനെ പാട്ടങ്ങ് പാടും. എന്തൊക്കെ ഒരു സന്തോഷം കണ്ട ഉടനെ പാട്ടങ്ങ് പാടും. ഒരു ദിവസം പ്രായമുള്ള ഒരു ബാസം കാക്ക നല്ല കൊട്ടടക്ക തോന്നുന്നു. നിങ്ങളാണ്ട് കൊട്ടടക്കാന്ന് മനസ്സിലാവുമെന്ന് അറിയില്ല. കൊട്ടടക്ക നമ്മൾ അടക്കന്റെ മുകളിലുണ്ടാകുന്ന കവുങ്ങിന്റെ മുകളിലുണ്ടാകുന്ന സാധനം. അപ്പോ അതിങ്ങനെ കടിച്ച് വിഷമിച്ചിട്ട് തിന്നാണ് ഇയാള്. ഉടനെ ഉമർ ഖാദി ഇങ്ങനെ തിന്നാണ്ട് പറഞ്ഞു, കൊട്ടടക്ക ഇങ്ങനെ പാട്ട് പാടുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഉമർ. പാട്ടുകാരനാന്നല്ല, വലിയ മഹാൻ. ഈ കുഞ്ഞാം ഓടി വന്ന് കണ്ടപ്പോ മൂപ്പർ ഒറ്റടിക്ക് പാടി, കുഞ്ഞാമു ഖാദിമുൽ ഖൗമി സജാനു യഖാഫുഹു അബദൻ ജിന്നും വശൈത്താനു. കുഞ്ഞാമു മഹാന്മാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളാ, അതുകൊണ്ട് തന്നെ എല്ലാ ജിന്നും ശൈത്താനും മൂപ്പരെ കണ്ടാ പേടിക്കും. മൂപ്പർക്ക് അറബി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇയാൾ വിചാരിച്ചത് കുഞ്ഞാമെന്ന് കൊണ്ട് തുടങ്ങിയതാ, പക്ഷെ നിർത്തി ജിന്നും ശൈത്താനും. അപ്പൊ ചീത്ത വിളിച്ചാണ് മൂപ്പർക്ക് തോന്നിയത്. മൂപ്പര് പരാതി പറഞ്ഞു, എന്നെ അങ്ങനെ വിളിച്ച ശരിയായില്ല. അപ്പൊ ബഹുമാനപ്പെട്ടവർ തിരുത്തിക്കൊടുത്തു, നിന്നെ എല്ലാ ജിന്നും ശൈത്താനും കേട്ടാ പേടിക്കുന്നാ ഞാൻ പറഞ്ഞത്. അതെ, മഹാന്മാർക്ക് ഖിദ്മത്ത് ചെയ്താൽ അല്ലാഹു തആല വലിയ പവർ കൊടുക്കും. അസ്ഹാബുൽ കഹ്ഫിന് കാവലിരുന്ന നായ സ്വർഗ്ഗത്തിലെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നില്ലേ സഹോദരങ്ങളെ? ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ കഴിഞ്ഞ വർഷം ചെറുവത്തൂരിൽ ദർസ് നടത്തിയ സ്ഥാപനമാണ് മർക്കസു ദഅവത്തി സുന്നിയ. അല്ലാഹു ആ സ്ഥാപനം നമ്മുടെ സുരുപേരുള്ള സ്ഥാപനം, എല്ലാ സ്ഥാപനത്തെയും അല്ലാഹു തആല ബർക്കത്തിലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ സ്ഥാപനത്തിന് വേണ്ടി ഒരു 15 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്ത ഒരാളുണ്ട് സഅദിയയിൽ. അവിടുത്തെ ദുബൈയിലെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട TC മുഹമ്മദ് കുഞ്ഞി ഹാജി ഹാപ്പി ലാൻഡ് സൂപ്പർ മാർക്കറ്റിന്റെ മുതലാളി വലിയ കോടീശ്വരനാണ്. രാജാവിനെ പോലെ ജീവിക്കാൻ വേണ്ടി അല്ലാഹു സ്വത്ത് കൊടുത്ത വലിയൊരു പ്രഗത്ഭനായ പണക്കാരനാണ് TC മുഹമ്മദ് കുഞ്ഞി ഹാജി. കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കൗൺസിലറായിട്ട്, കാസർഗോഡ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന TC. ഞാൻ പറഞ്ഞത് മഹാനായ താജുൽ ഉലമയുടെ ഖാദിമിനെ പോലെ മക്കത്തും മദീനത്തൊക്കെ എത്തിയാൽ കൊണ്ടുപോകുന്നത് TC. കൊണ്ടുപോയാൽ വീൽ ചെയർ ഊറ്റലാണ് ഉപര പരിപാടി തന്നെ. തങ്ങളെ ചെരുപ്പെടുത്ത് നടക്കുക. തങ്ങൾ വഫാത്തായി ബഹുമാനപ്പെട്ട നൂറുൽ ഉലമയുടെ പിന്നാലെ കൂടി. നൂറുൽ ഉലമ വഫാത്തായപ്പോ എത്രയോ സ്ഥാപനങ്ങൾക്ക് TC മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ് എത്രയോ വേണ്ടതുപോലെ അവർക്ക് കഴിയുന്നതുപോലെ അവർ സഹായിച്ചിട്ടുണ്ട്. നൂറുൽ ഉലമ വഫാത്തായപ്പോ TC മുഹമ്മദ് കുഞ്ഞി ഹാജി സഅദിയ കമ്മിറ്റിക്കാരോട് പറഞ്ഞത്, എനിക്ക് സഅദിയയിൽ നൂറുൽ ഉലമയുടെ ചാരത്തിൽ 6 അടി മണ്ണ് തന്നാൽ, പ്രായമുള്ള മനുഷ്യനൊന്നുമല്ല, എനിക്കൊരു 6 അടി മണ്ണൊരു ഖബറിന്റെ സ്ഥലം സഅദിയയിൽ നൂറുൽ ഉലമയുടെ മുറ്റത്ത് നൂറുൽ ഉലമയുടെ ചാരത്ത് തന്നാൽ സഅദിയക്ക് വേണ്ടി ഞാൻ എന്തും തരാം. നൂറുൽ ഉലമയുടെ താജുൽ ഉലമയുടെ ഖാദിമായിട്ട് ജീവിച്ചു. അവിടെ കിടക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷെ സഅദിയുടെ കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, പറ്റൂല. വെറുപ്പ് കൊണ്ടല്ല. ഇപ്പോൾ TCക്ക് അങ്ങനെ ഒരു അവസരം കൊടുത്താൽ, അതിനേക്കാളും വലിയ പൈസക്കാരൻ വന്നാൽ അതിനേക്കാളും വലിയ ഓഫർ തന്നാൽ പിന്നെ ഖബർ കൊണ്ട് സഅദിയിൽ കളിയായി പോകൂലേ? അതുകൊണ്ട് തന്നെ അത് അനുവദിക്കാൻ പറ്റൂല എന്ന് കമ്മിറ്റി തീരുമാനിച്ചു. ഇയാൾക്കതിൽ വിഷമമൊന്നുമില്ല. പിന്നെ മൂപ്പരുടെ ചിന്ത മക്കയിലോ മദീനയിലോ മരിക്കണമെന്നാണ്. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോമ്പാണ്. ഹാർട്ടിന് ചെറിയ
തകരാറുകളും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞാൻ എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളോട് SSFന്റെ പ്രവർത്തകർ എന്തിനാണ് നാം ഈ പതാക പിടിക്കുന്നത്, എന്തിനാണ് SYSന്റെ മെമ്പർഷിപ്പ് എടുക്കുന്നത്, എന്തിനാണ് നാം പോസ്റ്റർ ഒട്ടിക്കുന്നത്, എന്തിനാണ് നാം മഹാന്മാരെ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഉമ്മമാരെ, നമ്മുടെ മക്കൾ പാതിരാ സമയത്ത് പോസ്റ്റർ ഒട്ടിച്ചോടെ തിരിച്ചു വരുമ്പോ ഒരു വെള്ളം ചൂടാക്കി കൊടുക്കുന്ന നിങ്ങൾക്ക് എന്താണത് കൊണ്ട് കിട്ടാൻ പോകുന്നത് എന്ന് തിരിച്ചറിയാനാണ് ഞാനിത് പറയുന്നത്. ഈ TC മുഹമ്മദ് കുഞ്ഞി ഹാജി സാഹിബ് ഉംറയ്ക്ക് വേണ്ടി പരിശുദ്ധ ഹറമിലെത്തിയിട്ട് 5 ദിവസവും തുടർച്ചയായി നോമ്പെടുത്തു. വ്യാഴാഴ്ചയുടെ നോമ്പ് മുറിച്ച് പാതിരാ മഗ്‌രിബിന് ശേഷം ഇശാ നിസ്കരിച്ച് റൂമിലേക്ക് പോയി. പാതിരയോടടുത്ത സമയത്ത് ഹറമിലേക്ക് തിരിച്ചു വന്നു. ആ സമയത്താണ് നെഞ്ഞുവേദന അനുഭവപ്പെടുന്നത്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് 1,00,000 ചൂടിയുള്ള പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ വെച്ച് TC മുഹമ്മദ് കുഞ്ഞി ഹാജി ദിക്റ് ചൊല്ലി മരണപ്പെട്ടുപോയി. പരിശുദ്ധ റബീഉൽ അവ്വലിലെ വെള്ളിയാഴ്ച പാതിരാ സമയത്ത്, വെള്ളിയാഴ്ച രാവിലെ പാതിരാ സമയത്ത് TC മുഹമ്മദ് കുഞ്ഞി ഹാജി ഹറമിൽ വെച്ച് മരണപ്പെട്ടുപോയി. മയ്യത്ത് കണ്ടാൽ അറബികൾ പറയുന്ന ഹാദാ മോമിൻ, നാലത്തിളക്കമുള്ള മുഖം പ്രകാശിക്കുന്നു. സുഹൃത്തുക്കളെ, കുളിച്ചിട്ട് കഫം പുടയൊക്കെ ഒരുക്കിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ മയ്യത്തെടുക്കുന്ന സമയത്ത് 5 കൊല്ലമായി പരിശുദ്ധ ജന്നത്തുൽ മുഅല്ലയിൽ വിദേശികളെ കബറടക്കാറില്ല. വിദേശികളെ ജന്നത്തുൽ മുഅല്ലയിൽ കബറടക്കാറില്ല. മദീനത്ത് പരിശുദ്ധ ബഖീലാണ് കബറടക്കുന്നത്. എന്നാൽ മക്കയിൽ ജന്നത്തുൽ മുഅല്ലയിൽ 5 കൊല്ലത്തോളമായി വിദേശികൾക്ക് സ്ഥാനമില്ല, അവരെ കബറടക്കാറില്ല. TCയുടെ മയ്യത്ത് നേരെ എടുക്കുകയാണ് ജന്നത്തുൽ മുഅല്ലയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആദരവ്. താജുൽ ഉലമയുടെ ചെരുപ്പെടുത്തു നടന്നപ്പോ, നൂറുൽ ഉലമയുടെ ഖാദിമായപ്പോ TC മുഹമ്മദ് കുഞ്ഞി ഹാജി ഒരു സയ്യിദല്ല, ഒരു വലിയ തങ്ങളല്ല, ഒരു വലിയ ആലിമല്ല, ഒരു വലിയ പ്രഭാഷകനല്ല, ഒരു വലിയ ചിന്തകനല്ല. ഒരു വാക്കുപോലും സ്റ്റേജിന്റെ മുമ്പെന്ന് മൈക്കിന്റെ മുമ്പിൽ പറയുന്നത് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഒരു വാഗ്മിയല്ല, പ്രഭാഷകനല്ല, എഴുത്തുകാരനല്ല, ഒന്നുമല്ല. ആലിമീങ്ങളെ സ്നേഹിച്ചു. താജുൽ ഉലമയുടെ നൂറുൽ ഉലമയുടെ ഖാദിമായി ജീവിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല TC മുഹമ്മദ് കുഞ്ഞി ഹാജി എന്ന നമ്മുടെ അടുത്ത പ്രദേശത്ത് ചെറുവത്തൂരിലുള്ള ആ മാന്യദേഹത്തിന് അല്ലാഹു കൊടുത്ത ആദരവ് കണ്ടു. വെള്ളിയാഴ്ച രാവ് ഭരിക്കാൻ നമ്മൾ ദുആ ചെയ്യുന്നു. അത് ഹറമിലായാൽ അതിന്റെ ബഹുമാനം എത്ര! ദിക്റ് ചൊല്ലിയാൽ ഒന്നിനൊരു കൂലി, ഒരു 1,00,000 കൂലിയുള്ള പരിശുദ്ധ ഹറമിൽ അതിന്റെ പത്രാസ് എത്ര! പരിശുദ്ധ ഹറമിലേക്ക് ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്ഥലത്ത് ഖാദിമുൽ ഖൗം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കിടക്കുന്ന സ്ഥലത്ത് ലക്ഷോപലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഹാജിമാര് ഹറമിലെത്തിയാൽ, ഉംറക്ക് പോകുന്ന ആളുകൾ ഹറമിലെത്തിയാൽ അവർ ജന്നത്തുൽ മുഅല്ല സിയാറത്തിന് വേണ്ടി പോകുമ്പോ ലക്ഷക്കണക്കായ ഹാജിമാര് മുഴുവനും അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മുഅല്ല, പരിശുദ്ധരായ മഹാന്മാർക്ക് സലാം പറയുമ്പോ നമ്മുടെ സലാം ഖദീജ ബീവിക്ക് ലഭിക്കുന്നത് പോലെ, മഹത്തുക്കളിലേക്ക് ലഭിക്കുന്നത് പോലെ, സുഹൃത്തുക്കളെ അമേരിക്കക്കാരനും വന്ന് സലാം പറയുന്നു, റഷ്യക്കാരനും വന്ന് സലാം പറയുന്നു. TC മുഹമ്മദ് കുഞ്ഞി ഹാജിക്ക് അല്ലാഹു കൊടുത്ത ആദരവ് കണ്ടു. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അനുസ്മരണ പരിപാടികളിൽ പങ്കെടുത്ത വലിയ വലിയ പണക്കാര്, സ്ഥാപനത്തിൽ നിന്നും ഉസ്താദുമാരൊക്കെ വന്നപ്പോ പലപ്പോഴും തിരിച്ചയച്ച പണക്കാര് കണ്ണുനീര് തുടച്ചിട്ട് പറയുന്നു, ഞങ്ങൾക്ക് TCയുടെ വഴിയാണ് ശരിയായ വഴിയെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു ഫ്ലെക്സിലും അദ്ദേഹത്തിന്റെ ഫോട്ടോ തൂങ്ങിയില്ല. എവിടെയും പേരൊന്നും കൊടുക്കണ്ട, പ്രസംഗിക്കലില്ല. മഹാന്മാരായ ആലിമീങ്ങളെ നമ്മുടെ ഉലമായിന്റെ കൂടെ നിന്നു, അവർക്ക് ഖിദ്മത്ത് ചെയ്തു, സംഘടനയ്ക്ക് പ്രാമുഖ്യം കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്താക്കി തരട്ടെ. നമുക്ക് ഈ സംഘ കുടുംബത്തിന്റെ കൂടെ ചേർന്ന് നൂറുൽ ഉലമയുടെ, താജുൽ ഉലമയുടെ, സുരിബൈൽ ഉസ്താദിന്റെ അവരുടെ ഖിദ്മത്തിലായി, അവരെ കാണിച്ചു തന്ന വഴിയിൽ അവരുടെ ദീനിന്റെ ഖിദ്മത്തിലായി നമുക്ക് മുന്നോട്ട് പോകണം. സുൽത്താനുൽ ഉലമ, കൻസുൽ ഉലമ, അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാനിപ്പോൾ സഹദിയിൽ പോയി നോക്കുമ്പോൾ എം.എ. ഉസ്താദിന്റെ അതുപോലെ തന്നെ താജുൽ ഉലമയുടെ പരിപാടി നടക്കുകയാണ്. അവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്.
കാണുകയാണ്. ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, സയ്യിദന്മാര് വന്നിട്ട് സിയാറത്ത് ചെയ്യുകയാണ്. എത്രയാണ് അവിടത്തേക്ക് അള്ളാഹു സ്ഥാനം ഉയർത്തി കൊടുക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നസീഹത്തും ദുആയും നടക്കുകയാണ്. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് മഹാനായ സയ്യിദ് അവറുകൾ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഖൈറായ ഒരു സ്വദഖ നിങ്ങൾ ഈ പരിപാടിക്ക് നൽകണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഇതിന്റെ പൈസ ഒന്നും വേസ്റ്റായിട്ട് പോകൂല. നമുക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന, നമ്മുടെ ദീനിന് ഉപകാരപ്പെടുന്ന, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നന്മയിലല്ലാതെ പോകൂല എന്ന് നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തകരുടെ കൈ പിടിക്കുമാറാവട്ടെ. അവരുടെ കൈ പിടിക്കുന്നവരെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അവരെ സഹായിക്കുന്നവർക്ക് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ മദദ് നൽകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനം ഇവിടെ ദാറുൽ അശ്അരിയ നമ്മുടെ നാട്ടിന്റെ അഭിമാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. സഖാഫി ഉസ്താദ് അതുപോലെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട പി എ ഉസ്താദ് അല്ലാഹു തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ നാട്ടിന്റെ ഒരു സ്വത്താണ് സുരുബഹൽ ഉസ്താദിന് ശേഷം അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു 26 കൊല്ലം ഈ നാട്ടിന്റെ ആത്മീയ വിളക്കായി ഇപ്പോഴും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സുരുബഹൽ ഉസ്താദിന്റെ ചാരത്ത് പ്രഗത്ഭനായ ഒരു ആലിം, പ്രഗത്ഭനായ ഒരു ഷെയ്ഖ്, പ്രഗത്ഭനായ ഒരു ഫഖീഹ് നമ്മുടെ നാട്ടിൽ ദർസ് നടത്തുമ്പോൾ അവരെ പരമാവധി ഉപയോഗപ്പെടുത്തി അവർക്ക് പരമാവധി ഖിദ്മത്ത് ചെയ്ത് സ്ഥാപനത്തിന്റെ സഹകാരികളായി എപ്പോഴും കൂടെ നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. വളരെ നേരം സാരവത്തായ ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട മിസ്ബാഹ് ഉസ്താദ് അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് നാം വളരെ ആദരവോടെ കാത്തുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് US ഷിഹാബുദ്ദീൻ തങ്ങൾ ഉദ്യാവർ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. SSF സുരുബയിൽ ശാഖാവതിയുടെ എല്ലാവിധ സ്വാഗതവും അറിയിക്കുന്നു. നാം സുരുബയിൽ SSF പുതുതായി തുടങ്ങാൻ പോകുന്ന റിലീഫ് പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഇപ്പോൾ നടക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ ഉടനെ തങ്ങളവറുകളുടെ നസീഹത്തും ഉടനെ ദുആയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 പേർക്കാണ് നാം റിലീഫ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരാള് കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മൾ നിന്ന് മരിച്ച ഇസ്മാലി കാക്ക അവരുടെ വീട്ടിലേക്ക് 5 പെൺമക്കളാണ്. ഉമ്മയുമില്ല, ബാപ്പയുമില്ല, ആരുമില്ലാത്ത ആ വീട്ടിലേക്ക് ഇൻഷാ അല്ലാഹ് 1 കൊല്ലത്തോളം എല്ലാ മാസവും 25 കിലോ അരി ഇൻഷാ അല്ലാഹ് സുരുബയിൽ SSFന്റെ വകെ കൊടുക്കും. അതുപോലെ മറ്റൊരു കുടുംബത്തിനും ഇൻഷാ അല്ലാഹ് കൊടുക്കാനുണ്ട്. അതിന്റെ പിന്നൊരാള് ചെടവ് പുത്തു എന്നൊരാൾക്ക്, അയാൾക്കും വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള പല കുടുംബക്കാരുമുണ്ട്. ഇനി കൂടുതൽ കൊടുക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ്. അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അത് കൊടുത്തു ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെയും അത് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ കാടങ്കടി അദ്ദുച്ച അയാളോട് മരിച്ചുപോയ ഇസ്മാലി കാക്കന്റെ സാഡു ആണ്. അയാളെയും 2 പേരെയും ക്ഷണിക്കുന്നു. എല്ലാ ഉസ്താദുമാരും സഹകരിക്കണമെന്ന്. أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد
രണ്ടാമത്തെ പുത്തുച്ച അയാളെ പകരം ഒരാൾ സ്വീകരിക്കാൻ വേണ്ടി ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മദക്ക നമ്മുടെ ദുആഇന് നേതൃത്വം നൽകുന്നു. കാരണം സമയം 12:15 കഴിഞ്ഞതുകൊണ്ട് കൂടുതലായൊന്നും നീട്ടാതെ എല്ലാവരും ഒന്ന് മുന്നിലേക്ക് വന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ദുആഇന് ഇൻഷാ അല്ലാഹ് പിരിയാം. എല്ലാവരും ഒന്ന് വരി, ഒന്ന് മുസാഫഹത്ത് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. ആ കുർസി ഒന്ന് എതിരിൽ വരുത്തി എന്റെ ഇവിടെ തന്നെ ഇരിക്കാം. കുറച്ച് നേരം ചെയർ കൊണ്ട് എല്ലാവരും ആ ബാക്കിലുള്ളവരെല്ലാം വരും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം തങ്ങന്മാര് അവരെ കൈപിടിക്കുമ്പോ അവരെ കൊണ്ട് ദ്വാരപ്പിക്കുമ്പോ ആ ചെയർ കുറച്ച് മുന്നിൽ വെച്ചാൽ മതി. എന്നിട്ട് എല്ലാവരും ഈ ചെയറിൽ തന്നെ വന്നിട്ട് മുസാഫഹത്ത് ചെയ്തിട്ട് ആ ചെയറിലെ പോയിട്ട് ഇരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലാ മുഹമ്മദ്. നമ്മുടെ സ്ഥാപനത്തിന്റെ കിടക്ക് ബാക്കിലിരിക്കും, ബാക്കിയുള്ളവരെല്ലാം മുന്നിലേക്ക് വരും. സ്ഥാപനത്തിന്റെ കിടക്ക് കുറച്ച് ബാക്കിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ളവരൊന്നുകൂടെ ഇരിക്കും. ഒന്ന് ദുആക്ക് കൂടുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് മഹാനായ താജുൽ ഉലമ, മഹാനായ നൂറുൽ ഉലമ, മഹാനായ സുലൈമാൻ ഉസ്താദിന്റെ പേരിൽ ഒരു 11 തഹ്ലീൽ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആറക ജദ്ദിദു ഈമാനകും വനബ്ബിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കും. ആ ബാക്കിൽ എല്ലാവരും വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ. ബാക്കിലേക്ക് പോകേണ്ടത് ഇവിടെ തന്നെ ഇരിക്കും. ഇവിടെ മുന്നിലേക്ക് നമ്മളെ ചെറുപ്പക്കാർ വളണ്ടിയർമാർ ഇനി ആരും ആവശ്യമില്ല, എല്ലാം കുർസിയിൽ ഇരുന്നാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസാഫഹത്ത് ചെയ്തിട്ട് ഇവിടെ ഇരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തബറുക്ക് വിതരണമുണ്ട്. അപ്പൊ സദസ്സ് തന്നെ അത് കൊടുക്കും. അതുകൊണ്ട് മുന്നിൽ തന്നെ വന്നിരിക്കുമ്പോ മുന്നിൽ തന്നെ നമ്മ കൊടുക്കാം. നാളെ രാത്രി 8 മണിക്ക് അസ്അദ് സഖാഫി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ബദരിയ മജ്ലിസ് സാധാരണ നടക്കാറുണ്ട്. NC റോഡ് ബോളംതൂറിൽ. എല്ലാവരും സഹകരിക്കണം. ഈ മുന്നിലുള്ള ചെയറുകളൊന്നും ബാക്കിയാക്കണ്ട, എല്ലാം മുന്നിലിരിക്കി. ഇൻഷാ അല്ലാഹ് നമ്മൾ ചൊല്ലിയ തഹ്ലീലൊക്കെ നമ്മൾ കരുതിയ മഹാനായ സയ്യിദുനാ താജുൽ ഉലമ നൂറുൽ ഉലമ, പ്രത്യേകിച്ച് സയ്യിദ് യൂസുഫുൽ ജീലാനി അൽ വൈലത്തൂർ, അതുപോലെ സുലൈമാൻ ഉസ്താദ്, മഞ്ഞനാടി ഉസ്താദ്, നെരിക്കോട് ഉസ്താദ്, ഏതൊക്കെ മഹത്വങ്ങൾ ഓർമ്മിച്ചു അവരുടെ പേരിലെല്ലാം നമ്മൾ ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങൾ ഉസ്താദ് ദുആ
ഈ പരിപാടിയിലേക്ക് പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ടും ഖാദിമുൽ മർക്കസ് ഹസൻ മുസ്ലിയാർ ഒരു സംഖ്യ തന്നിരിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടുത്തെ എല്ലാ ബിസിനസ്സുകളും ധാരാളം ബർക്കത്ത് അല്ലാഹു ചൊരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ പരിപാടി നടത്താൻ വേണ്ടി സ്ഥലം അനുവദിച്ചു തന്ന ഒരു വീട്ടുകാരൻ, ആ വിഷയത്തിലും ചെയ്തവർകൾ ദുആ ചെയ്യും. അതുപോലെ പലരും ഉമ്മന്റെ രോഗ ശിഫയാകാൻ വേണ്ടി പല ഉദ്ദേശങ്ങൾ വെച്ച് ഹദിയകൾ സദഖ ചെയ്തവരുണ്ട്. അതുപോലെ ഇന്ന് മരിച്ചുപോയ മർക്കസിലെ മുദർരിസ് തടനല ഉസ്താദ് നമ്മെല്ലാവരുടെയും ഉസ്താദാണ്. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാക്കട്ടെ. അതുപോലെ മമ്മുണ്ണി മുസ്ലിയാർ അവരുടെ അനുസ്മരണം നാളെ എൻസി റോഡിൽ നടക്കുന്നു. ഈ പരിപാടിയിലേക്ക് സഹകരിച്ച പ്രത്യേകിച്ചിട്ടും ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഇവിടുത്തെ എണ്ണമറ്റ പ്രവർത്തകർ, ചെറിയൊരു ടീമാണ്, ഒരാഴ്ച രണ്ടാഴ്ച കാലമായി ഉറക്കില്ലാതെ അവർ ഇതിന്റെ പുറകിൽ അധ്വാനിക്കുകയാണ്. ആ വിഷയത്തിലൊക്കെ ഇതിന് സഹകരിച്ച ഇന്ന് പ്രത്യേകിച്ച് ചീർണിക്ക് വേണ്ടി പത്തിരി ഓരോ പുറയിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചവരുണ്ട്. അവരെല്ലാ വിഷയത്തിലും തങ്ങൾ ദുആ ചെയ്യണമെന്ന് അറിയിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശദമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഒരു ചെറിയ യൂണിറ്റിന്റെ പരിപാടി എന്ന് വിചാരിച്ചപ്പോൾ ഒരു 10-25 ആൾ 30 ആളുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. നേരെ മറിച്ച് നമ്മളെ ഈ ഭാഗം, അതായത് സൂര്യഭയില്, അതുപോലെ തന്നെ നമ്മളെ ഈ തൊട്ടടുത്ത ഈ ഭാഗത്തുള്ള അധിക ആളുകളും സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായതുകൊണ്ടും പ്രത്യേകിച്ച് താജുൽ ഉലമ അടക്കമുള്ള സ്വാലിഹീങ്ങളെ മഹബത്ത് വെച്ച് അവർ പിന്നിൽ നിൽക്കുന്നതായതുകൊണ്ടും കൂടുതലായി പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെയാണ് ഈ കാണുന്ന ആളുകളെ കണ്ടിട്ടൊന്നും വലിയൊരു അത്ഭുതം തോന്നാത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മഹാന്മാർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ പതറാതെ മരിക്കും വരെ നാമും നമ്മുടെ കുടുംബവും ഖിയാമത്ത് നാൾ വരെയുള്ള പാരമ്പര്യം അല്ലാഹു തആല നിലക്കാക്കി തരുമാറാകട്ടെ. എല്ലാ പോഴ്ച മുബത്തദീങ്ങളെ, ഫാസിഖീങ്ങളെ, അതുപോലെ തന്നെ വഴിതെറ്റിക്കുന്ന പുതിയ പുതിയ ആളുകളുടെ ശർറിൽ നിന്ന് അല്ലാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട നമ്മളെ സഹകാരികളെയും അല്ലാഹു തആല സലാമത്താക്കുമാറാകട്ടെ. കാരണം 2 ദിവസത്തെ വാഴാണ് നമ്മളെ ഈ പിന്നെ മജ്‌ലിസിൽ കഴിഞ്ഞത്. 2 വയസ്സ് പറഞ്ഞ ആളുകൾ നമുക്ക് നല്ലവണ്ണം അറിയുന്ന നല്ല ആലിമും അല്ലെ. വയസ്സ് എന്നല്ലെങ്കിൽ മനസ്സിന്റെ പേരോട് ഉസ്താദ് പറയും പോലെ ഖൽബിൽ നിന്ന് വന്നതേ ഖൽബിൽ നിൽക്കുകയുള്ളൂ. വെറും വായിൽ നിന്ന് വന്നത് ചെവിയിലൂടെ കേട്ട് മറ്റു ചെവിയിലൂടെ പുറത്തു പോകും. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന 2 വയതിന്റെ ആളുകളും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല വയതിന്റെ ആളായതുകൊണ്ട് തന്നെ ഇതൊരു വയതിന്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ഇന്നൊരാൾക്ക് വയത് വേണമെന്നുണ്ടെങ്കിൽ മൗത്ത് മതി അവന് വയതായിട്ട്. ഒരാള് മരണം ചിന്തിച്ചാൽ മതി, പിന്നെ ഒന്നും വേണ്ട. ഞാൻ ഇപ്പൊ ഇവിടെ വരുന്നതിന്റെ ഇടയിൽ ഒരു 3 പേർക്ക് കയറി. ആദ്യം വന്ന സമയത്തും അതിന്റെ മുമ്പെല്ലാം ആളുകളെ കാണുമ്പോൾ മനസ്സിനിങ്ങനെ പൊട്ടിയിട്ട് ബേജാറ് വരും. പക്ഷെ ഇപ്പൊ കണ്ടിട്ട് മടുത്തുപോയി. ഏത് ഭാഗത്ത് പോയാലും ചെറിയ മക്കളടക്കം. ഞാൻ ഒരാൾ വന്നിട്ട് 2 വയസ്സുള്ള ഒരു കിടാവിന്റെ കാര്യം പറഞ്ഞു. ആ കിടാവിന്റെ 75% മുകളിലും കാഴ്ച, കണ്ണിന്റെ കാഴ്ച ശക്തി, കാണാൻ നല്ല ചന്തമുള്ള, നല്ല വെളുത്ത, നല്ല തടിച്ച, ആര് കണ്ടെങ്കിലും ആ കിടാവിനൊന്ന് ഏത്താൻ വേണ്ടി തോന്നും. അങ്ങനെയുള്ള ഒരു കിടാവിന്റെ അവസ്ഥ നമുക്കൊന്നും അറിയാല. പൊരയിൽ എന്താ നടക്കുന്നത് ആ ബാപ്പക്ക് മാത്രമേ ആ കാര്യം അറിയുള്ളൂ. കണ്ണിന് സുഖേടാണെന്നറിയാം, പക്ഷെ ആ കിടാവിന്റെ അവസ്ഥ ആ നിലയിലാണെന്ന് വേറെ ആർക്കും അറിയാം. ആ കുഞ്ഞിന്റെ വാപ്പ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. തങ്ങളെ
എന്റെ മോളെ കാര്യം ഈ നിലക്കാണ്, പക്ഷെ ഈ കാര്യം പിന്നെ ഒരാളും അറിയാനില്ല. ആ നിലക്ക് ആ മനുഷ്യൻ മാത്രം ഇങ്ങനെ മനസ്സിങ്ങനെ പിങ്ങിപ്പൊട്ടുന്ന ആൾ. അതുപോലെ ഇന്ന് വന്ന ഒരാൾ, അയാൾ ചെറിയ മോന് 7 വയസ്സുള്ള ഒരു കുഞ്ഞിന് പെട്ടെന്ന് എന്തോ ഒരു സൂക്കേടായി മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയി. 17 ദിവസമായി ഐസിയുവിന്റെ ഉള്ളിലാണ്. ഡോക്ടർമാർ പറയുന്നത് 6 മാസത്തോളം നിൽക്കേണ്ടി വരും, നമുക്ക് എന്ത് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ആ നിലക്ക് ചെറിയ ചെറിയ മക്കൾക്കടക്കം രോഗം, മാരകമായ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ അവസരത്തിൽ അല്ലാഹു നമുക്ക് തന്ന ഈ ആഫിയത്ത്, ഈ കാണാൻ നല്ല സുന്ദരമായ നമ്മുടെ ശരീര ആകൃതി അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുവരെ നിലനിർത്തി തരുമാറാകട്ടെ. തന്ന ഒരു ആഫിയത്ത്, ഒരു ആരോഗ്യമുള്ള അവയവം ഇടക്ക് വെച്ചുകൊണ്ട് അല്ലാഹു തആല തിരിച്ചെടുക്കാതിരിക്കുമാറാകട്ടെ. അവർ അതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി പരിപൂർണമായ ഒരു കുടുംബത്തിന്, നമുക്ക് തന്നെ ചെറിയൊരു മക്കൾ, ഒരു 2-3 മക്കളുള്ള നമുക്ക് തന്നെ വലിയ പ്രാരാബ്ദം ഏറ്റെടുക്കാൻ കഴിയാത്ത ആളുകൾ ആയതുകൊണ്ട് തന്നെ ഒരു വലിയ കുടുംബം അല്ലെ 2-3 കുടുംബത്തിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ നമ്മളാൾ കഴിയുന്ന ഒരു ഭാഗം അത് വലിയൊരു ഹൈറാണ്. ചാരിറ്റി പ്രവർത്തനം നടത്തുക എന്നുള്ളത്, ഒരു മനുഷ്യന്റെ കണ്ണുനീരൊപ്പാൻ കഴിയുക എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ഹൈറായ കാര്യമാണ്. സദക്ക ചെറിയ സദക്കായിരിക്കും കൊടുക്കുന്നത്. ചെറിയൊരു സംഭവം മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് തന്നെ കടക്കുക. ഒരു മനുഷ്യൻ, മിസ്കീനായ മനുഷ്യൻ സുന്നത്തായ നോമ്പും പിടിച്ച് നോമ്പ് തുറക്കാനാകുന്ന സമയമാകുമ്പോൾ അയാളെ കയ്യിൽ നോമ്പ് തുറക്കാൻ ഒരു വസ്തുവുമില്ല. നോമ്പ് തുറക്കാൻ ഒരു വസ്തുവുമില്ലാതെ ആ മനുഷ്യൻ തൊട്ടടുത്ത ഒരു മുസ്ലിമിന്റെ കടയിലേക്ക് അയാൾക്കുള്ള നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങാനുള്ള ആവശ്യവുമായി ആ കടയിലേക്ക് കയറി ആ മനുഷ്യനോട് ചോദിക്കുന്നു, എന്തെങ്കിലും ഒരു നോമ്പ് തുറക്കാൻ വേണ്ടി ഒരു ദിർഹമെങ്കിലും നീ എനിക്ക് തരണം എന്ന് ആ മുസ്ലിമായ സഹോദരനോട് പറഞ്ഞപ്പോ അയാൾ ഇവിടെ ഒന്നുമില്ല എന്ന് ആ മനുഷ്യനെ പറഞ്ഞ് തിരിച്ചേക്കുകയാണ്. അയാൾ കരഞ്ഞ കണ്ണുമായി ആ കടയിൽ നിന്ന് പുറത്തു വരുന്നത് അടുത്തുള്ള ഒരു ജൂതനായ മനുഷ്യൻ കാണുന്നു. ആ ജൂതനായ മനുഷ്യൻ ഈ സഹോദരൻ നല്ല ചിരിച്ച മുഖവുമായി പോകുന്നതും തിരിച്ച് കരഞ്ഞ മുഖവുമായി വരുന്ന ആ സഹോദരനെ കണ്ടപ്പോൾ വിളിച്ചു ചോദിക്കുകയാണ്, എന്താണ് സംഭവം? കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്കിന്ന് നോമ്പാണ്, നോമ്പ് തുറക്കാൻ ഒരു സാധനവുമില്ല. നോമ്പ് തുറക്കാനുള്ള സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ അതാ കടയിലേക്ക്, എന്റെ സഹോദരനാകുന്ന ആ മുസ്ലിമിന്റെ കടയിലേക്ക് ഞാൻ പോയി ചോദിച്ചപ്പോൾ അവനൊന്നും എനിക്ക് തന്നില്ല എന്ന് വിഷമത്തോടുകൂടി പറഞ്ഞപ്പോ ആ ജൂതനായ മനുഷ്യൻ 10 ദിർഹംസ് എടുത്ത് ആ സഹോദരന് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ദിവസത്തെ പോലെ അയാൾ നോമ്പ് തുറക്കുകയും അന്നത്തെ രാത്രി എല്ലാവരും കിടന്നുറങ്ങും പോലെ ആ മനുഷ്യനും എല്ലാവരും കിടന്നുറങ്ങുമ്പോ ആ പൈസ കൊടുക്കാത്ത ആ സഹോദരന് സ്വപ്നം കാണുകയാണ്. ആ മനുഷ്യൻ ദാഹിച്ച് വലഞ്ഞവനായി ഒരു റോട്ടിലൂടെ നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു വലിയ കൊട്ടാരം കാണാൻ കഴിയുന്നു. ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ വെച്ചുകൊണ്ട് ആ വീട്ടിൽ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു മനുഷ്യൻ വരികയാണ്. അയാളോട് ചോദിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ദാഹിച്ചു കഴിയുന്നില്ല, കുടിക്കാൻ എന്തെങ്കിലും തരണം. അപ്പോൾ ആ മനുഷ്യൻ ഇയാളോട് പറയുകയാണ്, സ്വന്തം വീട്ടിൽ തന്നെ ചോദിക്കണോ ഒരു കാര്യം, സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ നിനക്ക് ചോദിക്കണോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ ആ ഗേട്ടിലേക്ക്, പിന്നെ വീട്ടിന്റെ ഗേട്ടിലേക്ക് നോക്കുമ്പോ ആ യഹൂദിയായ മനുഷ്യന്റെ പേരാണ് കാണുന്നത്. അപ്പോൾ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഇന്നലെ വരെ ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ ഇന്നലെ രാത്രി ആ സംഭവം നടക്കലോടുകൂടി ആ കാര്യം നിനക്കുണ്ടായിരുന്ന ഈ കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യഹൂദിയായ മനുഷ്യന് പേര് മാറ്റി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ സ്വപ്നമാണിത് കാണുന്നത്. രാവിലെ ഉണർന്ന ആ മനുഷ്യൻ പെട്ടെന്ന് പോയത് ആ യഹൂദിയായ മനുഷ്യന്റെ അടുത്തേക്ക്. നീ ഇന്നലെ എത്രയാണ് ആ സഹോദരന്റെ കൊടുത്ത് 10, ഞാൻ നിനക്ക് 100 തരാം, അതിന്റെ പകരം അതിന്റെ കൂലി എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോ ആ യഹൂദിയായ മനുഷ്യൻ പറയുന്നു, നീ കണ്ട സ്വപ്നം ഞാനും കണ്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ചെറിയ സദഖന്റെ ബറക്കത്തുകൊണ്ട് ആ മനുഷ്യന് ഹിദായത്ത് കൊടുക്കുകയും അതോടൊപ്പം സ്വർഗത്തിൽ വലിയ കൊട്ടാരം പണിത്, ഇവന് പണിത ആ കൊട്ടാരം ഇവൻ ചെയ്യാത്ത ആ കാര്യത്തിന്റെ ബറക്കത്ത് കൊണ്ട് അത് തട്ടുദൂരത്താവുകയും
പകരം ആ യഹൂദിയായ മനുഷ്യന് ഹിദായത്ത് കൊടുക്കുകയും സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു കൊട്ടാരം പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ ചിന്തിക്കേണ്ട കാര്യമാണ്. നാം സാധാരണ വലിയ കാര്യമായി എടുക്കാത്ത പല കാര്യങ്ങളും കൊണ്ടായിരിക്കും നാളെ നമുക്ക് മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയുക. ആ കൂട്ടത്തിൽ നാം ചെയ്യുന്ന ഈ പ്രവർത്തനം അവരുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ദുആ മതി നമ്മളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ. അല്ലാഹു തആല ആ നിലക്കുള്ള നല്ല സൽക്കർമ്മത്തിന്റെ കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്താനും ഒരുപാട് ഖൈറാത്തുകൾ നടത്താനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആളെല്ലാവരും ദുആരക്കുന്ന സമയത്ത് വന്ന് മജ്ലിസിൽ ഇരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. കുറേ ആൾക്കാർ ദ്വാരക്കാൻ വേണ്ടി നമ്മളെ ഈ സ്ഥലം നമ്മളെ ഈ പരിപാടി നടത്താൻ വേണ്ടി കൊടുത്ത ആളുകൾ, ഇന്നത്തെ ഉസ്താദിനടക്കം ഇന്നലത്തെ ഉസ്താദിനടക്കം ഭക്ഷണം കൊടുത്ത ആളുകൾ, അല്ലാതെ ഈ ചാരിറ്റി പ്രവർത്തനം നടത്താൻ വേണ്ടി സഹകരിച്ച ആളുകൾ, പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞവരും അല്ലാത്തവരും ഒരുപാട് കടപ്പെട്ടവരുണ്ട് നമ്മളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരൊക്കെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. വിഷമങ്ങളൊക്കെ അല്ലാഹു തആല തീർത്തു കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. أرحم الراحمين يا راج سيدا يا ملك الملوك يا جبار يا الله. ഇരു കൈകളും പാതിരാത്രിയിൽ നിന്നോട് ഉയർത്തി ചോദിക്കുന്നു റഹ്മാനെ, നിന്നിലേക്ക് ഉയർത്തിയ കൈനെ നീ ഞങ്ങൾക്ക് ഹൈഭാഗ്യം അടക്കല്ല റഹ്മാനെ. ദുആക്ക് ഇജാബത്ത് ചെയ്യാതെ പോകല്ല റഹ്മാനെ. ചോദിക്കാൻ ഞങ്ങളാരും അർഹരല്ലെങ്കിലും നിങ്ങൾ നിന്റെ ഹബീബാകുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ചോദിക്കുന്നു റഹ്മാനെ. ഞങ്ങൾ ഈ മജ്ലിസ് സംഘടിപ്പിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ അടക്കം നൂറുൽ ഉലമ അടക്കം യൂസുഫുൽ ബുഖാരി തങ്ങളടക്കം മുഴുവൻ സ്വാലിഹീങ്ങളെയും മുൻനിർത്തി ചോദിക്കുന്നു റഹ്മാനെ, ദുആക്ക് ഇജാബത്ത് ചെയ്യണം റഹ്മാനെ. ഇവിടെ ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും പ്രവർത്തിച്ചതും കൊടുക്കുന്നതും കൊടുത്തതുമായ മുഴുവനത്തിന്റെയും സൽക്കർമ്മങ്ങൾ ബർക്കത്തുകൊണ്ട് ദുആന ഖബൂലാക്കണം റഹ്മാനെ. മുഴുവൻ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റഹ്മാനെ. നീ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലിന്റെ കൂട്ടത്തിൽ പെടുത്തി തരണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യ മക്കൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങൾ കടപ്പെട്ടവർ, ഞങ്ങളോട് കടപ്പെട്ടവർ, ഞങ്ങളെ ഈ പരിപാടി ഇതിന്റെ തുടക്കം മുതൽ ഇതുവരെയും ഇതിന്റെ അവസാനം വരെയും സഹകരിച്ചവർ, സഹായിച്ചവർ, ആരെല്ലാം എവിടെയെല്ലാം ഉള്ളവരുണ്ടോ റഹ്മാനെ, എല്ലാവരെയും റബ്ബാകുന്ന നിനക്കറിയുമല്ലോ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും പേര് പറഞ്ഞവർക്കും അല്ലാത്തവർക്കും നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മായ്ച്ചു കളയണേ റഹ്മാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും ഞങ്ങളിലും പേര് പറഞ്ഞവരിലും അല്ലാത്തവരും നൽകണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ഇരുട്ടത്തും വെളിച്ചത്തും രഹസ്യമായും പരസ്യമായും പല ഹറാമുകളും ഹറാമാണെന്ന് അറിഞ്ഞു തന്നെ ഞങ്ങൾ ചെയ്തുപോയി റഹ്മാനെ. അങ്ങനെ ഞങ്ങൾ ചെയ്തുപോയ സകല പാപങ്ങൾക്കും നീ മാഫ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബുകളെ നീ ശുദ്ധീകരിക്കണം റഹ്മാനെ. കിബിറോ ഉജുബോ റിയാവോ ഹസദോ പോലത്തെ ദുഷിച്ച ചിന്തകൾ തരല്ല റഹ്മാനെ. നിന്റെ നൂറാനിയത്താകുന്ന പ്രകാശമാകുന്ന ഇൽമു കൊണ്ട് ഞങ്ങളെ ഖൽബ് നീ പ്രകാശിപ്പിക്കണേ റഹ്മാനെ. മുഷാഹദക്ക് അർഹമായ ഹൃദയമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കിബിറില്ലാത്ത നല്ല തവാദുള്ള ഖബറാക്ക നല്ല ഖൽബാക്കണേ റഹ്മാനെ. എല്ലാ ദുഷിച്ച ചിന്തകളിൽ നിന്ന് ഞങ്ങളെ ഖൽബ് സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആനോത്തുകൾ അടക്കം മുഴുവൻ സൽക്കർമ്മങ്ങളും ഇഖ്ലാസോട് കൂടിയുള്ളതാക്കണേ റഹ്മാനെ. ഇസ്സത്തോടു കൂടി ജീവിക്കാനുള്ള എല്ലാ കഴിവും ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. നീ തന്ന ആഫിയത്തുള്ള ആരോഗ്യമുള്ള എല്ലാ അവയവങ്ങളും ഞങ്ങൾ ഹയാത്ത് തീരും വരെ നിലനിർത്തണേ റഹ്മാനെ. ഒന്നിന്റെ മൻഫാത്തും അടക്കി വെച്ചുകൊണ്ട് നീ തിരിച്ചെടുക്കരുത് റഹ്മാനെ. ഒരുപാട് ആളുകൾ കണ്ണിന് സുഖമില്ലാത്ത തലവേദന ഉള്ളവരടക്കം ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് റഹ്മാനെ. നിത്യമായ ഊരവേദന അടക്കമുള്ളവരുണ്ട് റഹ്മാനെ. അങ്ങനെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. എയ്ഡ്സോ, ക്യാൻസറോ, കുഷ്ഠരോഗമോ, വെള്ളപ്പാണ്ടോ, ബ്രെയിൻ ട്യൂമറോ, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗങ്ങളോ, പ്രഷറോ, ഷുഗറോ പോലത്തെ ഒരു ചെറുതോ വലുതായ രോഗങ്ങൾ ഞങ്ങൾക്കോ ഞങ്ങളെ ബന്ധപ്പെട്ടവർക്കോ നീ തരല്ല റഹ്മാനെ. ഞങ്ങൾ അറിയാതെ ഞങ്ങൾ അവയവത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിൽ അതുപോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയുന്നതിനും